അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കൂ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു 2 day ഓൾ അബൌട്ട് സൈക്കോളജി PG എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ 2 ദിവസത്തെ വെബിനാർ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്നും നാളെയുമായിട്ട് 2 സെഷനുകളിൽ മീറ്റ് ചെയ്യും ഹോപ്പ്ഫുള്ളി. ഓക്കെ, ഏകദേശം 190 ഓളം ആളുകൾ ഉണ്ട്. യെസ്, ഗുഡ് ഈവനിങ് പാർവതി, തൻസിഹ, ഭാവന, ആരതി, ഷിഫാന, ദീപക്. ഓക്കെ, എല്ലാവർക്കും ഓക്കെ. അപ്പോ നമ്മളുടെ ഈ ഒരു 2 സെഷനിലും 2 ദിവസത്തെ സെഷനിലും വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള കുറെ ഇൻഫർമേഷൻസ് ഉണ്ടാവും. സെഷനുകളുടെ ഇടയിൽ നിങ്ങളുടെ ഡൗട്ടുകൾ കുറെയൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തു പോകും. എന്നാൽ പോലും നമ്മൾക്ക് Q&A എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് ടൈം എടുക്കുന്ന സെഷൻ തന്നെ നമ്മൾ ടൈം സ്ലോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ചോദിക്കാം. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് അവിടെ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓൾമോസ്റ്റ് നമ്മളെ സെഷനുകൾ കഴിയുമ്പോൾ കുറേയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം അവിടെ തന്നെ കിട്ടും. എന്നാൽ പോലും നിങ്ങൾ ഏതെങ്കിലും അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വി വിൽ റെസ്പോണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സെഷന്റെ നമ്മളുടെ ഒബ്ജക്റ്റീവ്, ഇന്ന് നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ 5 കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇന്ന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമ്മളുടെ ഒരു സെഷൻ 1.5 hour 1 hour to 1.5 hour മാക്സിമം ആണ് ഉണ്ടാവുക. ഓക്കെ, 1 hour ഒതുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. മാക്സിമം പോയ 1.5 hour. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാവുന്നത് നന്നായിരിക്കും. ഓക്കെ, അപ്പം യെസ്, അറൌണ്ട് 216 പേര് ഇപ്പം ലൈവിലുണ്ട്. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചോദിച്ചു നോക്കാം. ഞാൻ സെഷൻ തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ പെർമിഷനോട് കൂടി, അല്ലേ? തുടങ്ങട്ടെ? യെസ്, ഓക്കെ. നമ്മളൊരു സെഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കഥയോട് കൂടി തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കഥ വളരെ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുവോ ഇല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു 12 വർഷം മുമ്പ് നടന്ന ഒരു കഥയാണ്. ഓക്കെ, അപ്പൊ ആ കഥ അതായത് ഞാൻ എന്ന് പറയുന്ന സയ്യിദ് ഷഹീർ എന്ന് പറയുന്ന വ്യക്തി ഡിഗ്രി സൈക്കോളജി ഒക്കെ കഴിഞ്ഞിട്ട്, ഓക്കെ, 2009 മുതൽ 2012 വരെ ആയിരുന്നു ഞാൻ ഡിഗ്രി പഠിച്ചത്. അങ്ങനെ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് PGക്കൊക്കെ പോവേണ്ട ഒരു സമയമായ സമയത്ത് നടന്ന ഒരു ചെറിയ കഥയാണ്. അങ്ങനെ PGക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ പോകണം. അപ്പൊ ഇങ്ങനെ നമ്മളെ മനസ്സിലുണ്ടാവുന്ന പ്രധാനപ്പെട്ട 1, 2, 3 യൂണിവേഴ്സിറ്റികളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ഡൽഹി ജാമിയ മില്ലിയ ഇസ്ലാമിയ, രണ്ടാമത്തത് അലിഗഡ് യൂണിവേഴ്സിറ്റി, മൂന്നാമത്തത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഈ 3 യൂണിവേഴ്സിറ്റികളിലാണ് ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ആയ സമയത്ത് നടന്ന ഒരു ചെറിയ കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ എക്സാം എഴുതുന്നത് 2012 കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് 12 വർഷത്തെ കഥ. 2024 ആയല്ലോ. അന്ന് ഇതേപോലെ നമ്മളെ ഗൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസ് പ്രിപ്പറേഷൻ ഇതൊന്നും പറഞ്ഞു തരാനൊന്നും വലിയ റിസോഴ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. വലിയെന്നല്ല, ആരും ഉണ്ടായിരുന്നില്ല, അറിയുന്നവരാരും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആ സമയത്ത് ചെയ്ത ഒരേ ഒരു കാര്യം, PG എൻട്രൻസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചെയ്ത ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്താണ് ഉണ്ടായിരുന്നത്. അന്ന് ജാമ്യന്റെ അലിഗഡിന്റെ ഒന്നും അവൈലബിൾ അല്ല. ആകെ ഉണ്ടായിരുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ ആണ്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുന്ന വെബ്സൈറ്റ് ആണത്. അങ്ങനെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറി, ഇതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വെബ്സൈറ്റ് കേട്ടോ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇതാ കാണാം, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. സ്ക്രീൻ കാണുന്നില്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ് ഓർ നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യുള്ളൂ. യെസ്, ഓക്കെ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് 2010-11 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ ദാ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാല്, പരീക്ഷയുടെ തലേന്ന് ഈ ഒരു 2010-11 ക്വസ്റ്റ്യൻ പേപ്പറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2012 ക്വസ്റ്റ്യൻ ആണ് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അന്ന് എന്ത് ചെയ്തു, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തു. തലേന്നത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതായത് നാളെ എക്സാം, അതിന്റെ തൊട്ട് തലേന്ന് നമ്മൾ എന്തെങ്കിലും ഒരു എത്രയാണ് 200 രൂപ 250 രൂപ ഞാൻ കൊടുത്ത് അപ്ലൈ ചെയ്തതല്ലേ. അതുകൊണ്ട് അപ്ലിക്കേഷൻ കൊടുത്ത ആ ഒരു പേരിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, തലേന്ന് ഇരുന്നിട്ട് 100 ചോദ്യങ്ങളുണ്ട്. ഈ 100 ചോദ്യങ്ങളിൽ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അന്നത്തെ ഗൂഗിൾ വെച്ചിട്ട് എന്ത് ചെയ്തു, ഓരോ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സും ഇങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു. അതായത്
ഇപ്പം സ്റ്റേജ് 4 സ്ലീപ്പ് EEG is characterized by എന്താണ് ഡാഷ് വേവ്സ്. ഡ്രീമിങ് ഓഫ് കോഴ്സ് ഏത് സ്ലീപ്പിലാണുള്ളത്. 16PF ഡെവലപ്പ് ചെയ്തത് ആരാണ്. ഇങ്ങനെ കണ്ടില്ലേ ഓരോ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ആൽക്കഹോൾ എന്താണ് നോക്കൂ നിങ്ങൾ ഓരോ പേജിലുള്ള ക്വസ്റ്റ്യൻസ്. ഇൻ എ ഡാർക്ക് റൂം എ റോബ് ബൈ വ്യൂഡ് ബൈ എ സ്നേക്ക്. എന്താണ് അത്? ഹാലുസിനേഷൻ ആണോ ഡെല്യൂഷൻ ആണോ? ഇങ്ങനെയൊക്കെയാണ് നമ്മളെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്താണ് ഇങ്ങനെ ഉള്ളതിൽ നിന്ന് 100 ചോദ്യങ്ങളും നോക്കൂ നിങ്ങളെല്ലാം. ഇന്നബിലിറ്റി ടു ഇൻകോർപ്പറേറ്റ് ന്യൂ മെമ്മറീസ് നിങ്ങൾ പഠിച്ച സാധനങ്ങൾ തന്നെയാണ് 100ാമത്തെ ചോദ്യം. കണ്ടോ SWOT അനാലിസിസ്. O സ്റ്റാൻഡ് ഫോർ എന്താണ്? ഒറിജിനേറ്റർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഒറിജിനേറ്റർ ആരാണ്? മാസ്ലോയുടെ തിയറി എന്താണ്? ഇങ്ങനെയൊക്കെ ഉള്ളതാ. തിയറി എക്സ് ആൻഡ് വൈ വാസ് പ്രപ്പോസ്ഡ് ബൈ. അല്ലെ കാണുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ? യെസ്. ഓക്കെ. അങ്ങനെ ഇതായിരുന്നു എന്റെ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു കഥയാണ് നിങ്ങളോട് പറയണത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത് ഏതാണ്? 2011 ഉണ്ട്. അപ്പൊ 2011 ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കുറെ സമയമായി. പിന്നെ നമുക്കുണ്ടല്ലോ പിന്നെ ഇതൊന്നും പഠിച്ചിട്ട് ഇനിയിപ്പോ എന്തായാലും നാളെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെയുള്ള ആ ഒരു മൈൻഡില് 2010 ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്തു? 2011 വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി. അങ്ങനെ ഞാൻ 2012 എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പോയി. ഹാളിലെത്തി. എല്ലാവരും ഉണ്ട്. ഭയങ്കര ബാരന്റെ ടെക്സ്റ്റ് ബുക്കും മേയറിന്റെ ടെക്സ്റ്റ് ബുക്കും അറ്റ്കിൻസൺ ഹിൽഗാർഡ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. കുറെ പേര് ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഫ്രീ ആണല്ലോ. കാരണം എന്താണ് വലിയ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഈസി മൈൻഡിലാണ് ഇങ്ങനെ പോണത്. അങ്ങനെ എക്സാം ഹാളിലെത്തി. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് എവിടെയോ നല്ല പരിചയമുണ്ട്. കോഴ്സ് കോഡ് കണ്ടിട്ടുണ്ട്. 2012 മെയ്. ഒക്കെ കറക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് അതാ മനസ്സിൽ ലഡ് പൊട്ടിയെന്നൊക്കെ പറയൂലേ. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എന്താണ് ഇത് ഞാൻ പരിചയമുണ്ടല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒക്കെ നല്ല പരിചയമുണ്ടല്ലോ. സ്റ്റേജ് 4 സ്ലീപ്പ് ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഡ്രീമിങ് NRM കണ്ടിട്ടുണ്ടല്ലോ. 16PF കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങളത് ആലോചിച്ച് നോക്ക്. ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ ഞാനിത് ഇങ്ങനെ പേപ്പർ മറിച്ചിടാണ്. ഇങ്ങനെ പേപ്പർ പെൻസിൽ ഇതല്ലേ പേപ്പറിൽ ഇങ്ങനെ വട്ടത്തില്. ഞാൻ നോക്കുമ്പോ എന്റെ പടച്ചോനെ ഇന്നലെ ഞാന് ഒരു രാത്രി ഒരു 8:30-9 മണി മുതൽ ഒരു 11:30-12 മണി വരെ തല കുത്തി മറിഞ്ഞ് ഇങ്ങനെ ചെയ്ത് ആൻസറുകൾ കണ്ടുപിടിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ മുമ്പിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഇത് എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഭ്രാന്തായതാണോ എന്നുള്ള രീതിയിൽ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര തലകുത്തുന്നുണ്ട്. എക്സാം ഹോളാണല്ലോ. അപ്പൊ ഞാനിത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അടിച്ച് നോക്കുന്ന സമയത്ത് നോക്കൂ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എടുത്തു തരാം. നോക്ക് SWOT അനാലിസിസ്, ഒറിജിനേറ്റർ, മാസ്ലോ, നീഡ്, എക്സ് ആൻഡ് വൈ, ഹാത്തോൺ സ്റ്റഡി. ഇത് ഞാൻ എന്തിനാണ് ഈ വെബ്സൈറ്റ് ഒക്കെ വെച്ച് തന്നെ പറഞ്ഞതെന്ന് വെച്ചാല് ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ഇയാൾ ഏതോ ഒരു വലിയ ബടായി അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നാതിരിക്കാനാണ് ഞാൻ കറക്റ്റ് വെബ്സൈറ്റ് ത്രൂ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോ എന്തായിരുന്നു ആ കഥ എന്ന് ചോദിച്ചാല് 12 വർഷം മുമ്പത്തെ കഥയാണല്ലോ പറഞ്ഞത്. ഒരു ചെങ്ങായി ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂറിന്റെ ഒരു എഫേർട്ട് തലേന്ന് എടുത്തപ്പോ ആ എടുത്തതിൽ ആർക്കോ പറ്റിയ മിസ്റ്റേക്ക്, അതിനുശേഷം അതിന് മുമ്പ് അങ്ങനത്തെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ആർക്കോ ഏതോ ഒരു ഓഫീസിലുള്ള ഏതോ ഒരു ചങ്ങാതിക്കോ അല്ലെങ്കിൽ ആർക്കോ വന്നൊരു മിസ്റ്റേക്ക് കൊണ്ടോ ടീച്ചർമാരെ മടി കാരണോ എന്തോ ഒന്ന് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടി. അത് കിട്ടിയ സമയത്ത് തന്നെ എനിക്ക് ഉറപ്പേനി നമ്മളെക്കാൾ എഫേർട്ട് എടുത്തവരുണ്ടാവും, ഇത് മുഴുവൻ നോക്കി പഠിച്ച് വന്നവരൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മൾ ആ ഒരു 3 മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടോ നിങ്ങള്. ഇനി ഇത് മെയ് 2010, ഇത് മെയ് 2012 കേട്ടോ. ഇത് മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആകെ ഉള്ളൊരു മാറ്റം. അപ്പൊ ആ എക്സാം ഹാളിൽ നിന്ന് എനിക്കൊരു കാര്യം തീരുമാനമായി. മറ്റേ തട്ടത്ത് മറത്ത് പറയൂലേ, ഓളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന പോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഏകദേശം ഒരു സീറ്റ് ഉറപ്പാണ് എന്ന ഒരു കോൺഫിഡൻസ് എന്ത് ചെയ്തു ആ ഒരു എക്സാം ഹാളിൽ നിന്ന് എനിക്ക് കിട്ടി. അങ്ങനെ എന്ത് ചെയ്തു ഞാൻ വളരെ കൂളായിട്ട്. അതിനുശേഷമായിരുന്നു ഡൽഹിയിലേക്ക് വന്നത്, ജാമ്യയുടെ എക്സാമിനേഷൻ. ആ ജാമ്യയുടെ എക്സാമിനേഷൻ എന്ത് ചെയ്തു എന്തായാലും പോണ്ടിച്ചേരിയിൽ എനിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ ഉള്ള ഒരു ഓവർ കോൺഫിഡൻസിന്റെ മുകളിൽ ഡൽഹിയിലൊക്കെ വന്ന് ഫുൾ ട്രിപ്പ്. താജ്മഹൽ പോകുന്നു, കുത്തബ് മിനാർ പോകുന്നു, ഇന്ത്യ ഗേറ്റ് പോകുന്നു, ഇങ്ങനെ എല്ലാ സ്ഥലമൊക്കെ കണ്ട്. കാരണം ഒരു സ്ഥലത്ത് ഉറപ്പുണ്ടല്ലോ. അങ്ങനെ എന്ത് ചെയ്തു
ഡൽഹിയിൽ വന്ന് ജാമ്യയുടെ എക്സാമിനേഷൻ എഴുതി. ജാമ്യന്റെ റിസൾട്ട് വന്നാൽ പിന്നെ ഇന്റർവ്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അലിഗഡിന്റെ ഉണ്ട്. അലിഗഡിന്റെ പോകുന്ന സമയത്ത് ട്രെയിൻ മിസ്സായി. അങ്ങനെ അലിഗഡ് എന്ത് ചെയ്തു? പോയില്ല. ഞാൻ എന്റെ ലൈഫിൽ എഴുതിയ 2 PG എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജാമ്യയുടെയും പോണ്ടിച്ചേരിയുടേതായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവസാനം പോണ്ടിച്ചേരിന്റെ ലിസ്റ്റ് വന്നു. ഐ വാസ് ദർ. ജാമ്യന്റെ ലിസ്റ്റ് വന്നപ്പോ അതിലും ഉണ്ട്. ആൻഡ് ഫൈനലി ഐ ടുക്ക് ഡിസിഷൻ. എന്താണ്? നാട്ടിൽ പഠിക്കുന്നതിനേക്കാൾ നല്ല ഡൽഹി അല്ലേ? കാരണം ഡൽഹിയിൽ ഒരാഴ്ച ടൂർ വന്നപ്പോ തന്നെ എന്ത് ചെയ്തു? അങ്ങോട്ട് പൊളിച്ചു. അപ്പൊ പിന്നെ എന്താണ്, ഇത് ഒരു 2 കൊല്ലം ഈ ഒരു കിട്ടിയാൽ അടിപൊളി ആവില്ലേ എന്നുള്ള രീതിയിൽ പിന്നെ 2 വർഷം എന്ത് ചെയ്തു? PG ജാമ്യയിൽ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ എന്താണ് ഒരു പഴയ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞത്. ഇത് 2012 സംഭവിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഓക്കെ, അപ്പം ആ കഥ എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ കാണുന്ന അധിക സിനിമക്ക് ഒരു പ്രീക്വൽ ഉണ്ടാവില്ലേ? സീക്വൽ, പ്രീക്വൽ എന്നൊക്കെ പറഞ്ഞാല്. അപ്പൊ ഈ കഥ ഇവിടെ നിന്നോട്ടെ. ഓക്കെ, ഇത് നമുക്ക് നാളത്തേക്ക് എന്തുണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു എന്താണ് 2ാം പാർട്ടിലുള്ള സീൻ എടുത്തിട്ട് ആദ്യം കാണിച്ചതാണെന്ന് കുട്ടിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. എല്ലാരും ഇവിടെ അല്ലേ? ഐ മീൻ എല്ലാരും ഇവിടെ അല്ലേ? യെസ് യെസ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ബോറൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സെഷൻ ഇറങ്ങിക്കോളൂ കേട്ടോ. അതായത് നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഇരുന്നാൽ മതി. പിന്നെ ഈ സെഷനിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഒരു സമയം നഷ്ടപ്പെടാതിരിക്കാൻ ഞാനും എന്താണ് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കും. ഓക്കെ ഓക്കെ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഒരു ആൻസർ നിങ്ങളെ ചാറ്റ് ബോക്സിൽ ഒന്ന് എന്ത് ചെയ്യണം? ഒന്ന് പറയണം. ഓക്കെ ഓക്കെ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുന്ന കോളേജിൽ നിന്ന് നിങ്ങളോട് പറയാണ് എന്ത്? നീ അടിപൊളിയാണ്, നീ മിടുക്കനാണ്. പറയാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും എന്താണ്, നീ ഇവിടെ തന്നെ PG പഠിക്കണം. നിനക്ക് ഞങ്ങൾ സ്കോളർഷിപ്പ് തരാം, പേയ്മെന്റ് ഒക്കെ എന്താണ് പകുതി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കോളേജിന്റെ മെയിൻ ആള് തന്നെ നിങ്ങളോടൊക്കെ വന്നിട്ട് അങ്ങനെ പറയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളിപ്പോ പറയും ഞാൻ എന്റെ കോളേജിൽ PG ഇല്ല എന്നൊക്കെ. ഞാൻ പറയുന്നത് ഹൈപ്പോത്തറ്റിക്കലി PG ഉണ്ട്. എന്നാൽ എന്താണ്, അവിടെ പഠിക്കണതിന് 5 പൈസ വേണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാൻ ഇവിടെ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കോളേജിന്റെ ചെയർമാനോ മാനേജറോ പ്രിൻസിപ്പാളോ അങ്ങനെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? എന്താണ്? ആരതി പറഞ്ഞ് PG ഉണ്ട് പട്ട് പോകൂല, നൈറ്റ് മെയർ. അയ്യോ, ഈ സെഷനില് ടീച്ചർമാരൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു, കോളേജിന്റെ ആൾക്കാരൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, PG ഉണ്ടേൽ ചെയ്യും ഷാഹുലം. ഇത് വെരി ഗുഡ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ഞാനിത് ഇവിടെ തന്നെ റെസ്പോണ്ട് ചെയ്യാൻ പറഞ്ഞത് ഇവിടെ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഈ കൺഫേമിറ്റി പറയല്ലോ കേട്ടോ. സോളമൻ ആഷിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, കൺഫേമിറ്റി. മുമ്പ് പറഞ്ഞവരെന്താണോ അത് തന്നെ പറയുന്നത്. അതുപോലെ അല്ലല്ലോ ഇത്. കൺഫേമിറ്റി ആണത്. കൺഫേമിറ്റി ആവല്ലോ കേട്ടോ. ബിഗ് നോ. ഷഫീദയാണ് ഇതിനൊക്കെ തുടക്കട്ടെ. ഷഫീദ കൺഫേമിറ്റിയിലെ ആദ്യത്തെ കോൺഫെഡറേറ്റർ ആണ് ഷഫീദ. സാഹചര്യം പോലെ ഇരിക്കും ഷഹാൻ പറഞ്ഞു. പോകും, പോണേ ഇല്ല കോളേജിക്ക്, പഠിപ്പ് തന്നെ നിർത്തിയിട്ടുണ്ടാവും, ഇനി വഴിക്കന്നില്ല എന്നൊക്കെ ഉണ്ടാവും. അയ്യോ, ഓക്കെ ഓക്കെ, ഉണ്ടേലും പോകൂല. കാൺ ബി ഷുവർ ദോ. യെസ്, ഓക്കെ, ഉണ്ടേലും പോകും, ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 95% റെസ്പോൺസ് നോ ആയിരിക്കും. കുറച്ച് റെസ്പോൺസ് എന്താണ് പോകും എന്നുള്ളതുണ്ട്. ഇന്റഗ്രേറ്റഡ് ആണ്, സോ എന്തായാലും ഇറങ്ങണം എന്ന് പറയുന്നത്. എന്റെ കോളേജ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ നിൽക്കും. യെസ് ദിന, വെരി ഗുഡ് ദിന. ആ കോളേജ് ഏതാണ് ദിന? നല്ല കോളേജ്. ചത്താല് പോകില്ല. ഓക്കെ ഓക്കെ, അപ്പോ ഇതാണ് മറുപടി. കുറെ ആളുകളുടെ റെസ്പോൺസ് നിങ്ങൾ കണ്ടു അല്ലെ? ചാറ്റ് ബോക്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാൻ ചോദിക്കാണ്, എന്താണ് അല്ലെ? ഇതാണ് കുറെ ആൾക്കാരുടെ ഒരു മറുപടി. ഞാനിങ്ങനെ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താണ്, പ്രെഡിക്റ്റ് ചെയ്തതാണ് അയ്യോ എന്നുള്ളത്. ഓക്കെ, പക്ഷെ എല്ലാരും ഇങ്ങനെ ഒന്നല്ല കേട്ടോ. എല്ലാരും ഇങ്ങനെ ഒന്നല്ല. കുറെ ആളുകൾക്കൊക്കെ കോളേജിൽ തന്നെ പോവാണ്ട്. വെരി ഗുഡ് ദിന, സെന്റ് തോമസ്. ഓക്കെ, ഗുഡ്. കോന്നിയാണോ? കോന്നിയായിരിക്കും അല്ലെ? അറിയില്ല. ഓക്കെ, പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്നുള്ളതാണ്. എന്താണ്, വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾ അതൊരു 1 വേർഡിലാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ പറയോ. എന്തുകൊണ്ടാണ് നിങ്ങൾ
എന്താണ് നോ ആണെങ്കിൽ നോ, യെസ് ആണെങ്കിൽ യെസ് എന്നുള്ള രീതിയിൽ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, അതും കൂടി ഒന്ന് പറയൂ. ഓക്കെ, നിങ്ങൾ എന്നിട്ടൊന്ന് നോക്കൂട്ടോ എല്ലാരും എന്താ പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഓക്കെ, എല്ലാവരുടെയും എന്തുകൊണ്ടാണ്, അതായത് വാട്ട് ഈസ് ദ റീസൺ, നിങ്ങൾ യെസ് ആണെങ്കിലും നോ ആണെങ്കിലും പറഞ്ഞതിന്റെ ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് പറയൂ. എന്നിട്ട് നമുക്ക് നമ്മളുടെ എന്ത് ചെയ്യാം, സെഷനിലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എന്താണ് ലൈക്ക് വരാൻ പോകുന്നത്, നമ്മൾ മെയിൻ ആയിട്ട് യൂണിവേഴ്സിറ്റീസും കോഴ്സസും ഒക്കെയാണ് ഇന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സും കൂടി കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കും കൂടി ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോ കുറെ ആളുകൾ ഇവിടെ മറുപടി വന്നിട്ടുണ്ട്. എക്സ്പോഷർ ആണ് ഒരു മെയിൻ സാധനം, പുറത്തു പോകണം, കുറച്ചുകൂടി എക്സ്പോഷർ വേണം, ബോറിംഗ് ആണ്, ലുക്ക് ഫോർ മോർ എക്സ്പോഷർ, ലെസ് ഓപ്പർച്യൂണിറ്റീസ്, ടു ബ്രേക്ക് മൈ കംഫർട്ട് സോൺ. അൽ മുനീറ സൈഫുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത്, അതൊരു നല്ല കാര്യമാണ്. സ്പെഷ്യലൈസേഷൻ ഇല്ല, എക്സ്പ്ലോർ മോർ, ഫെസിലിറ്റീസ് കുറവാണ്, ബെറ്റർ ഓപ്ഷൻസ് പുറത്തുണ്ട്, ദർ ഈസ് നോട്ട് മച്ച് എക്സ്പോഷർ, പുതിയ സ്ഥലത്ത് പഠിക്കണം, ഫോർ മോർ എക്സ്പോഷർ. എക്സ്പോഷർ ആണ് ഒരു മെയിൻ ടോപ്പിക് അല്ലെ എല്ലാവരും. ബെറ്റർ ഓപ്പർച്യൂണിറ്റി, ഓൾ വി ഹാഡ് ടു ഗെറ്റ് ഫ്രം ദിസ് കോളേജ്, വി ഗോട്ട് ഇൻ ടു 3 years, അതാണ് ഒരു കാരണം. വാണ്ട് ടു എക്സ്പീരിയൻസ് ന്യൂ അക്കാഡമിക് ലൈഫ്. ഓക്കെ, സൈക്കോളജി, ആറ്റിറ്റ്യൂഡ് ഓഫ് കോളേജ് ആൻഡ് സൈക്കോളജി ആർ ലൈക്ക് പാരലൽ ലൈൻസ്, നെവർ മീറ്റിംഗ്. അത് ഏകദേശം എല്ലാ കോളേജിലെയും സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വേറെ തന്നെ എന്താണ് ഒരു വേറെ യൂണിവേഴ്സിറ്റി പോലെ ഉണ്ടാവും മിക്കവാറും. നോൺ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ്. ഓക്കെ, ടീച്ചേഴ്സിന്റെ പണി കൂടി ഞങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ അവരുടെ ഫണ്ട് കൂടി നമുക്ക് തരണം. ഓക്കെ, വളരെ എന്താണ് ഇത്, ഈ ഒരു ചാറ്റ് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ആശ്വാസം ഉണ്ടാവും. ഹാവൂ, ഇത് ഇന്റെ മാത്രല്ലല്ലേ, കാരണം പണ്ടൊരു മിൽമേന്റെ പരസ്യം ഇറങ്ങിയില്ലേനോ, ചിലരത് ശരിയാവും ചിലരത് റെഡി ആവില്ലാന്ന്. അപ്പൊ അതുപോലെ എന്താണ്, ഇതിപ്പോ ഇന്റെ മാത്രല്ല എന്നുള്ള ഒരു മലയാളി ആശ്വാസം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിണ്ടാവും. കറണ്ട് പോയാൽ ഇവിടെ കറണ്ട് ഇല്ല, അപ്പുറത്തും കറണ്ട് ഇല്ലെങ്കിൽ നമുക്കുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അതേപോലെ എന്താണ് സ്പൂൺ ഫീഡിങ്. ഓക്കെ, ഓക്കെ. അപ്പൊ ഫീസ് കുറവ് വേണം ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് വേണം. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാക്കുകളിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഒരു മേജർ കാര്യം നിങ്ങൾ പറഞ്ഞത് ഒന്ന് എക്സ്പോഷറിന്റെ കേസാണ് അല്ലെ, രണ്ടാമത്തത് ഒരു ചേഞ്ച് വേണം എന്നുള്ളതാണ്, മൂന്നാമത്തത് എന്താണ് കംഫർട്ട് സോൺ എന്നുള്ള ഒരു സാധനം പറഞ്ഞു, അതായത് പുതിയൊരു ഇത്, പിന്നെ ഡെവലപ്മെന്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അല്ലെ, ഡെവലപ്മെന്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു, പിന്നെ എന്താണ് പലരും ഡിസാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു, അങ്ങനെ പല എക്സ്പോഷർ, അക്കാഡമിക് ലൈഫ്, ഗുഡ് എക്സ്പീരിയൻസ്, ഫാക്കൽറ്റീസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ലാംഗ്വേജ് അല്ലെ, ഇപ്പൊ ഞാനൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ആസ് എ പേഴ്സൺ ഒക്കെ പുറത്തു പോയിട്ടൊക്കെ പഠിക്കണം അല്ലെങ്കിൽ PG ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചത് ലൈക്ക് അന്ധകാലത്ത് കേട്ടോ, 2000 കുറെ കാലം മുമ്പുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് ഇജ്ജാതി വയസ്സൊക്കെ ഉണ്ട്, ഒരു തന്ത വൈബാണല്ലോ എന്നൊക്കെ പറയുക, കുഴപ്പമില്ല. ഓക്കെ, പിന്നെ എന്റെ ഒരു ആഗ്രഹം സിവിൽ സർവീസിന് പോവുക എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ അതിനാണ് സൈക്കോളജി ഓപ്ഷണൽ ആയിട്ട് എടുത്തത്. അത് പിന്നെ എവിടെയാണ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കി. അപ്പൊ ഡൽഹിയിലൊക്കെ പോയാൽ സിവിൽ സർവീസ് ഒക്കെ ഉഷാറാവുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഡൽഹി ഫൈനലി ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പോണ്ടിച്ചേരി കിട്ടിയിട്ടും ഡൽഹി ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിന്റെ ഉള്ളില് എന്താണ് ഇന്ത്യ ഓൾമോസ്റ്റ് ഫുള്ള് കറങ്ങാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഏകദേശം ഒരു 22-23 സ്റ്റേറ്റോളം. അപ്പൊ അതിലൊക്കെ ഈ സൈക്കോളജി PG എടുത്തതിനൊക്കെ ഒരു വലിയ ഫാക്ടർ ഉണ്ട്. കുറെയൊക്കെ എന്താണ് കോൺഫറൻസ് എന്നുള്ള പേരിൽ, ചിലതൊക്കെ നമ്മളെ ട്രിപ്പ്. അപ്പം നമ്മൾ പുറത്തു പോയി പഠിക്കുമ്പോൾ എന്താണ് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ട്രാവൽ വൈബ് ഉള്ളത് കൊണ്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും ആളുകള് പോരും. ഓക്കെ, അങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉണ്ടാവും. യെസ്, ദിന വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ദിന. ഓക്കെ, ദിനക്കും ദിനയുടെ കോളേജിലെ ഫാക്കൽറ്റീസിനൊക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഫുള്ളി ഡിസാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രം ആവണമെന്നില്ല. നമ്മൾക്ക് ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണം, മുകളിലോട്ട് പോകണം, ഇതിനേക്കാൾ മെച്ചമുള്ളത് ലൈഫിൽ അച്ചീവ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം നമ്മളെ ലൈഫിൽ ഉള്ളത് കൊണ്ടാണ്. ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് വളരെ തിയററ്റിക്കലി പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇത്. ഇതാരാന്നറിയോ? നമ്മളെ ലൈഫിൽ നമുക്ക് ഇപ്പൊ ഉള്ളത് മാത്രം പോരാ, ഇതിന്റെ മുകളിലോട്ട് പോവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മനുഷ്യന്മാർക്ക് എന്ന് പറഞ്ഞ
ആളാണ് ഇത്. അതാരാന്നറിയോ? എവിടെങ്കിലും ഒരു മുഖപരിചയം ഉണ്ടോ? പരിചയം ഉണ്ടോ? ഇതാരാണെന്നറിയോ? 1, 2. അബ്രഹാം മാസ്ലോ, അല്ലെ? അബ്രഹാം മാസ്ലോ. ഇത് അബ്രഹാം മാസ്ലോ എന്താണ് തിയറി എഴുതുന്ന സമയത്ത്, പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത്, എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്തുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിജൃംഭിച്ച മുഖട്ടോ. പക്ഷെ ഇതെന്താണ് തിയറി ഒക്കെ എഴുതിയ ആൾക്കാരൊക്കെ എന്താണ് ഡിഗ്രി ഒക്കെ പഠിക്കണ പിള്ളേരോട് ആകെ ചോദിച്ചാൽ ഇന്റെ തിയറി മാത്രമേ ഓർമ്മയുള്ളൂ, അവർക്ക് ആ ട്രയാങ്കിൾ മാത്രമേ ഓർമ്മയുള്ളൂ, പിരമിഡ് മാത്രമേ ഓർമ്മയുള്ളൂ, ഹൈറാർക്കി ഓഫ് നീഡ് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കി ഒന്നും അവർക്ക് പഠിച്ച ഓർമ്മയില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ മൂപ്പർ ആക്ച്വലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ് ഇത്. അതാണ് 2 മുഖങ്ങൾ. ഇത് ഇയാള് കോളേജിൽ പോകുന്ന സമയത്തും വർക്ക് ചെയ്യണ സമയത്തും എടുത്ത ഫോട്ടോ. ഇത് നമ്മളൊക്കെ എന്താണ് നമ്മളോട് ഇപ്പോൾ ഏത് തിയറി ചോദിച്ചാലും ഫസ്റ്റ് മനസ്സിലേക്ക് വരുന്നത് മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി ആയത് അത് അറിഞ്ഞപ്പോ മൂപ്പർ ആക്ച്വലൈസ്ഡ് ആയതാണ്. അപ്പോ മാസ്ലോ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, മെറ്റാ മോട്ടിവേഷൻ അല്ലെങ്കിൽ മെറ്റാ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, അല്ലെ? അയ്യോ തിയറി പറയല്ലേ, ഇതൊന്നും കേൾക്കാൻ വയ്യ എന്നൊന്നും പറയല്ലേ. അതായത് ഒന്നുമില്ല, നമ്മൾക്ക് ഇപ്പൊ ഉള്ളതിനേക്കാൾ ലൈഫിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളെക്കാൾ കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനും നേടാനും ഒക്കെയുള്ള മനുഷ്യന്റെ നീഡിനെ മാസ്ലോ തിയറി ഉണ്ടാക്കി പറഞ്ഞ സമയത്ത് മെൻഷൻ ചെയ്ത ഒരു വാക്കാണ് മെറ്റാ നീഡ്സ് എന്നുള്ള ഒരു സാധനം. ഈ മെറ്റാ നീഡാണ് എന്ത് നമ്മൾക്ക് ആക്ച്വലൈസ്ഡ് ആവാനുള്ള ഒരു ടെൻഡൻസിയിലേക്കൊക്കെ എത്തിക്കുന്നത് എന്നതിനെ എന്താണ് ഇങ്ങനെ ട്രയാങ്കിൾ വരച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോ ഈ ഒരു തിയറി പ്രകാരവും ആവാം നമ്മളുടെയൊക്കെ എന്ത് അവിടെ പഠിക്കണ്ട, പുറത്തു പോകണം, അല്ലെങ്കിൽ എന്താണ് വേറൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ വേറൊരു കോളേജിൽ പഠിക്കണം എന്നൊക്കെയുള്ള ആ ഒരു മോട്ടിവേഷൻ ഉള്ളിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം. അല്ലാണ്ട് ഫുള്ള് നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് തന്നെ ആവണം എന്നൊന്നും ഇല്ല, ചില ഒരു ഫാക്ടർ ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പോയിന്റിലേക്ക് വരാം, അല്ലെ? നമ്മളെ പോയിന്റ്, നമ്മളിപ്പോ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിക്കവാറും ആളുകൾ ഇവിടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഡിഗ്രി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കില്ലേ, 10ാം ക്ലാസ് ഒക്കെ ആയില്ലേ, എന്നിട്ടാണോ അങ്ങനെ കല്യാണത്തിന് പോണത്, എന്താണ് എത്ര A+ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു A+ സൊസൈറ്റി ആണല്ലോ നമ്മളത്. ഓക്കെ, അപ്പൊ ഈ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 എക്സാമിനോടൊക്കെ എത്തിയ സമയത്ത് വീണ്ടും നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ സൊസൈറ്റി ഇടപെടുമല്ലോ ചില സമയത്ത്. സൊസൈറ്റി ഇടപെട്ട് ചോദിക്കുന്നത് +2 കഴിഞ്ഞ് ഇനിയിപ്പോ എന്തിനാ പോകുന്നത്? അപ്പൊ നമ്മളിങ്ങനെ പറയും, ഞാനിങ്ങനെ BSc സൈക്കോളജിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. BSc സൈക്കോളജിക്കൊക്കെ ഒരാൾ പോവും, അതിനൊക്കെ പോയാല് വല്ല പണിയും കിട്ടുമോ, അല്ലെങ്കിൽ എന്താണ് കല്യാണം നടക്കുമോ, നിനക്ക് ആ റിപ്പീറ്റ് ചെയ്തൂടെ പോയിട്ട് എന്ന് പറയും. ചേട്ടാ റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് MBBS താല്പര്യം. അങ്ങനെയൊന്നും പറഞ്ഞൊരു കാര്യമില്ല, എല്ലാരും റിപ്പീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ സൊസൈറ്റി ഭയങ്കര റോള് എടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മളത്, അല്ലെ? അപ്പൊ നിങ്ങള് ഡിഗ്രി പഠിച്ചോണ്ട് +2 കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ എടുത്ത ഒരു ഡിസിഷൻ ആയിരിക്കും എന്ത്, നമ്മള് സൈക്കോളജിക്ക് പോകണം. അത് തന്നെ 2 തരത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഈ ഏകജാലക വിൻഡോയിൽ കുടുങ്ങി ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആകെ ഈ കോളേജിൽ ഈ സീറ്റ് വേക്കൻസി ഉണ്ട് അങ്ങനെ എടുത്തവരുണ്ടാവും. അതൊന്നല്ല, ബൈ ചോയ്സ്. നിങ്ങൾക്കറിയില്ല, ഞാൻ വലുതായിട്ട് സൊസൈറ്റിയെ മാറ്റിമറിക്കും, എന്റെ ജീവിതത്തിൽ ഞാനൊരു മാറ്റം കൊണ്ടുവരും, പലരുടെയും ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ ചിന്തിച്ചിട്ടും സൈക്കോളജിയിലേക്കൊക്കെ വന്നവരുണ്ടാവും. പിന്നെ മനസ്സിലായ എന്ത്, അതിലൊന്നും വലിയ കാര്യമില്ല, സൈക്കോളജി ഈസ് നോട്ട് മൈൻഡ് റീഡിംഗ് എന്നൊക്കെ ഉള്ളത്, അല്ലെ? അപ്പം ഇപ്പം നമ്മളെ ലൈഫിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് +2 എത്തി, അതപ്പോഴൊക്കെ ഓരോ സമയത്ത് നമ്മളെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നടന്നിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ ഡിഗ്രി നിൽക്കുന്ന സമയത്ത് വീണ്ടും അതുപോലത്തെ ഒരു സ്റ്റേജിലാണുള്ളത്. എന്താണ് ആ സ്റ്റേജ്? ഇനിയിപ്പൊ എന്താണാവോ എന്നുള്ളത്, അല്ലെ? ഞാനിങ്ങനെ എത്രയോ കഷ്ടപ്പെട്ടിട്ട് എടുത്തൊരു വീഡിയോ ആണ്, അത് പ്ലേ ചെയ്തില്ലേ, മോശമല്ലേ? നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കി, ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ? ഇനിയിപ്പൊ എന്ത്? വേണ്ട. അപ്പോഴും നമ്മളുടെ ഒരു എന്താണ് ക്ലാസിക്കൽ കണ്ടീഷൻഡ് ബിഹേവിയർ ഉണ്ട് മലയാളികളുടെ. എന്താന്ന് വെച്ചാൽ ഇത് കഴിയട്ടെ, അങ്ങനെയാണല്ലോ, 10 കഴിയട്ടെ, +2 കഴിയട്ടെ, റിസൾട്ട് വരട്ടെ, ഡിഗ്രി കഴിയട്ടെ, PG കഴിയട്ടെ, ജോലി കഴിയട്ടെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കുക എന്ന് പറയുന്ന ഒരു സ്കീം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ അതേപോലെ എന്താണ്, ആദ്യം ഇതൊന്ന് തീരട്ടെ, പ്രൊജക്റ്റും പ്രാക്ടിക്കലും വൈവയും ഒക്കെ തീരട്ടെ, ഇപ്പൊ ആകെ കോളേജ് ടൂർ മാത്രമേ തീർന്നിട്ടുള്ളൂ എന്നുള്ള ഒരു വൈബിൽ എന്തുണ്ടാവും, നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്താണ്
നമ്മൾ പുറത്തുള്ള പിള്ളേരെയൊക്കെ കാണുന്ന സമയത്ത് അവരൊക്കെ വളരെ കൃത്യമായിട്ട് എവിടെ ഏത് എന്നൊക്കെ ഉള്ളത് വളരെ വെൽ പ്ലാനിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അപ്പോ എന്താണ് ഡിഗ്രിക്ക് ശേഷം, നമ്മൾ UGക്ക് ശേഷം ഞാൻ ഇനി എന്ത് ചെയ്യും? ഇത്രയും കാലം പഠിച്ചതല്ലേ, അല്പം വിശ്രമിച്ചേക്കാം, ഒരു ബ്രേക്ക് എടുക്കാം എന്നൊക്കെ ചിലപ്പോൾ പ്ലാൻ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മള് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം, ഡിഗ്രിക്ക് ശേഷം എന്ത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അല്ലെ, സൈക്കോളജിസ്റ്റ് ആവുക എന്നുള്ള നമ്മുടെ ചിരകാല ആഗ്രഹം യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ PG എന്ന് പറയുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജിയിൽ ചെയ്യുക എന്നുള്ളതാണ് എന്ത്, ദ ഫൈനൽ സ്റ്റെപ്പ്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആവാനുള്ള ആ ഒരു ഫൈനൽ സ്റ്റെപ്പ്. പിന്നെ സൈക്കോളജിയിൽ തന്നെ വീണ്ടും സ്പെഷ്യലൈസ്ഡ് ആവാനുള്ള കുറെ ഏരിയാസ് ഉണ്ട്. ക്ലിനിക്കൽ സൈക്കോളജി, റീഹാബിലിറ്റേഷൻ സൈക്കോളജി, അതിനൊക്കെ വീണ്ടും ഒരു സ്റ്റേജും കൂടി ഉണ്ടാവും. അപ്പൊ നമ്മൾ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഉള്ള നമ്മളുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്നത് PG ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഒരു UGയിലാണ് നിൽക്കുന്നത്, ഒരു സ്റ്റെപ്പും കൂടി ലൈഫിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ സ്റ്റെപ്പ് കൂടി കയറി കഴിഞ്ഞാൽ നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു എന്താണ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഡെസിഗ്നേഷനിലേക്ക് എന്താണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ സമയത്തൊക്കെ ആയിരിക്കും എന്ത്, നമ്മളൊരു സൈക്കോളജിസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും പണ്ട് നമ്മൾ പഠിച്ച സ്കൂളിലെ ടീച്ചർമാരൊക്കെ നമ്മൾ വിളിക്കും, ഹലോ റിൻസി, നീ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമോ, ഞങ്ങളിവിടെ ഒരു NSS ക്യാമ്പ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ക്യാമ്പ് നടക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ റിൻസി ഇങ്ങനെ ചോദിക്കും, എന്ത്, ഞാൻ തന്നെയോ? പണ്ട് നീയൊന്നും ആരുമാവില്ല, നീയൊന്നും വളർന്നൊന്നും ആവില്ല, നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല, ദിസ് ക്ലാസ് റൂം ഇസ് ദ വേസ്റ്റ് ക്ലാസ് റൂം, ഇസ് ദിസ് ദ ഫിഷ് മാർക്കറ്റ് എന്നൊക്കെ ചോദിച്ച് ക്ലാസിന്റെ പുറത്താക്കി ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡന്റ് ആയിട്ടുള്ള ഞാൻ ഇപ്പൊ വന്നിട്ട് നിങ്ങളെ ക്ലാസ് എടുത്തു തരണം അല്ലേ? യെസ്, ഇതൊരു റിവെഞ്ച് ആണ്. എന്താണ്, ഒരു സ്വീറ്റ് റിവെഞ്ച് ആണ് എന്ന ആ ഒരു മധുര പ്രതികാരം തീർക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഒരു സ്റ്റേജും കൂടി മതി, അല്ലെ? നമ്മൾ എന്തെങ്കിലും ഒരു വീട്ടിലൊരു അഭിപ്രായം, കുടുംബത്തിലൊക്കെ ഒരു അഭിപ്രായം പറയാം, കുട്ടികളുടെ അഭിപ്രായം പറഞ്ഞാൽ മതി, നോക്കിയാൽ മതി, വലിയ കാര്യത്തിൽ ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്ന ആ ഒരു വീട്ടിലേക്ക് നമ്മളോട് ചോദിക്കുന്നത്, ഒന്നുമില്ലെങ്കിൽ നീ ഒരു സൈക്കോളജിസ്റ്റ് അല്ലേ, ഇതിൽ എന്തെങ്കിലുമൊക്കെ നിനക്കൊന്ന് ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന ആ ഒരു റെക്കഗ്നീഷൻ പീരീഡ് എത്താൻ എന്താണ്, ലൈക്ക് ബൈ ക്വാളിഫിക്കേഷൻ നമുക്ക് ഒരു സ്റ്റേജ് കൂടി ഉണ്ട്, അല്ലെ? എന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ വല്ല ഒരു അഭിപ്രായം പറയുമ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വല്ല കരയുമ്പോഴോ നമ്മൾ വല്ല കുറച്ച് ദേഷ്യം പിടിക്കുമ്പോഴോ ഒക്കെ നമ്മളോട് ചോദിക്കും, സൈക്കോളജി പഠിക്കുന്ന നീ തന്നെ ഇങ്ങനെ പെരുമാറിയാൽ നീ എങ്ങനെയാണ് നാട്ടുകാരുടെ പ്രശ്നം തീർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമല്ലേ? ഇതൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അതായത് നമ്മൾ ഇങ്ങനെ ചോദിക്കും, ആദ്യം നിന്നെ ഒന്ന് ശരിയാക്കൂ, എന്നിട്ട് മതി നീ നാട്ടുകാരുടെ കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ചൊറിയാൻ ഈ ഡാൻഡ്രഫിന്റെ സൂക്കേടുള്ള ആൾക്കാർ കുറെ പേരുണ്ട്. നിന്റെ സൈക്കോളജി ഒന്നും ഞങ്ങളടുത്തേക്ക് വേണ്ട, ഞങ്ങൾക്കും അറിയാം സൈക്കോളജി. പിന്നെ ഇവരൊക്കെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ബിഹേവിയറൽ തെറാപ്പി ഒക്കെ പഠിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, സൈക്കോളജിന്റെ സ്പെല്ലിംഗ് പോലും ചിലപ്പോൾ തെറ്റിയിട്ടായിരിക്കും, P ഒന്നും ഉച്ചരിക്കന്നല്ല ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള പല കമന്റുകളുടെ ഇടയിൽ നമ്മൾ PGക്ക് പോകുന്ന സമയത്ത് നമ്മളെ മുമ്പിലുള്ള PG എന്ന് പറയുന്നത് ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ട് മക്കളെ. ഒന്നാമത്തത് MA എന്ന് പറയുന്ന പേരിലുണ്ടാവും, രണ്ടാമത്തത് MSc എന്ന് പറഞ്ഞ പേരിലുണ്ടാവും. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നീ MA ആണോ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അതായത് നീ MA ആണോ, പണ്ട് +2 കഴിഞ്ഞിട്ട്, അല്ല ഐ മീൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് സയൻസിന് പോവാണ്ട് ഹ്യൂമാനിറ്റീസിന് അയ്യേ ഹ്യൂമാനിറ്റീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചില കൊച്ചാക്കണ പുച്ചിഫിക്കേഷനോട് കൂടി നമ്മളെ കാണുന്ന ആൾക്കാരുണ്ട്. സൊസൈറ്റി ഒരു നല്ല അടിപൊളി സാധനമാണ്. ഓക്കെ, അപ്പോ MA ആണോ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ മക്കളെ, ഇന്ത്യയില് 2 കോഴ്സുകളുണ്ട്. ഇത് നോമൻക്ലേച്ചർ എന്നാണ് ഇതിന് പറയുക, അതായത് പേര്. ഓക്കെ, ആ 2 പേരും MAയും MSCയും രണ്ടും ഈക്വലി വാലിഡ് ആണ് കേട്ടോ. എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ യൂണിവേഴ്സിറ്റികളുടെ സൈറ്റിൽ പോകുമ്പോൾ മനസ്സിലാവും എന്ത്, ചില യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റി ഓഫ് സോഷ്യൽ സയൻസിന്റെയോ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിന്റെ അണ്ടറിലൊക്കെ ആയിരിക്കും സൈക്കോളജി ഉണ്ടാവുക. അതായത് ഫാക്കൽറ്റി ഡീൻ എന്നൊക്കെ പറയും, ഫാക്കൽറ്റി ഓഫ് അതിന്റെ അണ്ടറിലുള്ള അധിക സ്ഥലങ്ങളിലും കോഴ്സ് ഉണ്ടാവുക MA വെച്ചിട്ടായിരിക്കും. ചില യൂണിവേഴ്സിറ്റികളിൽ ഫാക്കൽറ്റി ഓഫ് സയൻസിന്റെ അണ്ടറിൽ ഉണ്ടാവും, സയൻസ് ഫാക്കൽറ്റിന്റെ അണ്ടറിൽ.
അതിന്റെ അണ്ടറിൽ വരുന്നത് അധികവും MSc പ്രോഗ്രാമുകളാണ് ഉണ്ടാവുക. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഡിഫറൻസ്. ഐ തിങ്ക് യു ആർ ഹിയർ അല്ലെ. 260 പേരുണ്ട്. നിങ്ങൾ ഒരു ഹാൾ ആലോചിച്ച് നോക്കി, 260 ആൾക്കാരുള്ള കൊള്ളൂല. അപ്പൊ കുറെ ആൾക്കാർ പുറത്ത് നിൽക്കേണ്ടി വരും. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. മറ്റേ ചൂടെടുക്കും, കാറ്റ്, അയ്യോ തിങ്ങി നിറയുന്നു എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ സൈക്കോളജി കോഴ്സ് ഏത് ഫാക്കൽറ്റിയുടെ അണ്ടറിലാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് MA ഓർ MSc മാറും. രണ്ടാമത്തെ ഒരു മേജർ ഡിഫറൻസ് ജോഗ്രഫിക്കലാണ്. മനസ്സിലായി? ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് ഇന്ത്യ, ഞാൻ വരക്കണ്ട. ഓക്കെ, ഇന്ത്യയില് ഏകദേശം ഒരു സൗത്ത് ഉണ്ടല്ലോ, സൗത്ത് അതായത് മഹാരാഷ്ട്രന്റെ താഴത്ത് ഒരു കർണാടക, തമിഴ്നാട്, കേരള പോലെയുള്ള സൗത്ത് സ്റ്റേറ്റുകള്, ഇവിടങ്ങളിലൊക്കെയാണ് നമുക്ക് MSc പ്രോഗ്രാമുകൾ ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് വിട്ടാൽ മഹാരാഷ്ട്ര മുതൽ കാശ്മീർ വരെയും ഇങ്ങോട്ടേക്ക് എന്താണ് നാഗാലാൻഡിലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി വരെ എന്താണ് ഉള്ളത് MA ആണ് അധിക സ്ഥലങ്ങളിലും. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളെ, എന്നാൽ ചില എക്സെപ്ഷണൽ സ്ഥലങ്ങളിൽ എന്തുണ്ട്, കോഴ്സുകളുടെ പേര് MA/MSc തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ പേരുണ്ടാവോ? അങ്ങനെ തന്നെ പേരുണ്ടാവും. അഥവാ നിങ്ങൾ BA കഴിഞ്ഞിട്ട് വന്ന ആളുകൾ MAക്ക് പോകും, BSc കഴിഞ്ഞിട്ട് വന്ന ആളുകൾക്ക് സർട്ടിഫിക്കറ്റിൽ MSc എന്ന് കിട്ടും. ഒരേ കോഴ്സ് ഒരേ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ MA ഓർ MSc എന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ ഈ ജോഗ്രഫിക്കൽ ഡിഫറൻസ് പറഞ്ഞതിൽ വളരെ എക്സെപ്ഷണലി വ്യത്യാസമുള്ള ഒരു സ്ഥലം ഗുജറാത്തിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ആണ്. അവിടെ MSc ആണ്. കാരണം എന്താണ്, അവിടെ ഫാക്കൽറ്റി ഓഫ് സയൻസിന്റെ ബിഹേവിയറൽ സയൻസിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, മെയിൻ ആയിട്ട് ഇന്ത്യയിലെ MAയും MScക്കും ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈക്വലന്റ് ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇനി ഏത് PSCയോ UPSCക്കോ ഇനി ഏത് ജോലിക്ക് പോകുമ്പോഴും നിങ്ങൾ MA പഠിച്ചത് കൊണ്ട് നിങ്ങൾ MA എന്ന് പറയുകയില്ല. MSc പഠിച്ചോണ്ട് MScക്കാരെ വാ എന്ന് പറഞ്ഞിട്ട് അതിനൊരു സ്പെഷ്യലും ഉണ്ടാവില്ല. ഓക്കെ, രണ്ടും ഈക്വലി ആണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സൈക്കോളജി എന്നോ മലയാളത്തിൽ എഴുതുമ്പോൾ ബിരുദാനന്തര ബിരുദം എന്നോ ആണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പം BA, MA, BSc, MSc എന്ന് പറഞ്ഞ രീതിയിലാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പൊ ഇഗ്നോയിൽ പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവർക്ക് ചിലപ്പം അവരുടെ ഡിഗ്രി എന്താണ്, BA ആയിരിക്കും അല്ലെ? ഇഗ്നോക്കാരില്ലേ ഇവിടെ? പണ്ട് ഓട്ടോഗ്രാഫ് എഴുതുന്ന പരിപാടി ഉണ്ട് നിങ്ങളെ സ്കൂളിലൊക്കെ? ഇപ്പൊ ഇല്ലല്ലോ അല്ലെ? സ്ലാം ബുക്ക് അങ്ങനെയൊക്കെ ഓട്ടോഗ്രാഫ് പണ്ട് എങ്ങനെ എഴുതാനോ, BA പഠിച്ചാലും MA പഠിച്ചാലും NA മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ വെറുതെ ഓരോ ക്യൂ ഡിപ്പെൻഡന്റ് മെമ്മറി. ഇതിനാണ് ക്യൂ ഡിപ്പെൻഡന്റ് മെമ്മറി എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു നോമൻക്ലേച്ചർ MA/MSc എന്ന് പറയുന്ന ഒരു സാധനം നല്ലൊരു സ്ലൈഡ് ഇനി ഞാൻ എന്റെ വൃത്തികെട്ട കയ്യക്ഷരം എഴുതി ഇതാകെ കൊളാക്കി. ഓക്കെ, സാരല്ല, എന്റെ സ്ലൈഡ് അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് MAയും MScയും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, കേരളത്തിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങളുടെ കോഴ്സ് MSc ആയിരിക്കും. നിങ്ങൾ അതിന്റെ മുകളിലോട്ട് പഠിക്കുകയാണെങ്കിൽ MA ആയിരിക്കും. ഞാനൊക്കെ MA അപ്ലൈഡ് സൈക്കോളജി വിത്ത് ക്ലിനിക്കൽ സൈക്കോളജി സ്പെഷ്യലൈസേഷൻ ആണ് PGക്ക് പഠിച്ചത്. അന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണ് ചേർന്നെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ MSc അപ്ലൈഡ് സൈക്കോളജിയാണ് പഠിക്കുക. സംജാ? മനസ്സിലായില്ലേ? ക്ലിയർ ആണോ? ഞാൻ സ്പെഷ്യലൈസേഷനിലേക്ക് വരാം. ഞാനിത് നോമൻക്ലേച്ചർ MA ഓർ MSc എന്നുള്ളതാണ് വന്നത് കേട്ടോ ഫസ്റ്റ്. ഇനി അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷൻ ആണ്. ഐശ്വര്യ ക്ലിയർ? ഓക്കെ, സമയം മണിക്കൂട്ടി ഓടുന്നുണ്ട്, നമുക്ക് ഇനി എന്തോരം പോകാനുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, MAയും MScയും. ഓക്കെ, അപ്പൊ ഇനി വീട്ടുകാരൊക്കെ ചോദിക്കും, നീ ഇങ്ങനെ PSc പഠിച്ചിട്ട് MAക്ക് പോയാൽ മോശമല്ലേ, ഞാനിപ്പോ എങ്ങനെയാണത് മറ്റേ മാട്രിമോണിയിൽ കൊടുക്കുക? അപ്പൊ പറഞ്ഞാൽ എന്ത്, നിങ്ങൾ മാട്രിമോണിയിൽ കൊടുത്തിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്നു വേണ്ട, ഞാനൊരു നല്ല സൈക്കോളജിസ്റ്റ് ആണ്. MA ആഫ്റ്റർ BSc ഓഫ് കോഴ്സ് ജുംസ് സോക്സോ, നല്ല പേര്. ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന് വിളിക്കുക? എന്താ സോക്സോ എന്നാണോ വിളിക്കുക? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്പൊ ഇത് നിങ്ങൾ പറയുമ്പോൾ MA ഓർ MSc എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, MA MSc ഇങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാവാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലുള്ള ഡിഫറെന്റ് കോഴ്സുകൾ, അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അതായത് എന്തൊക്കെ പേരിലാണ് കോഴ്സ് ഉണ്ടാവുക. ഒരു മേജർ കോഴ്സ് ഉണ്ടാവുക എങ്ങനെയാണ്, MA അല്ലെങ്കിൽ MSc. ഞാൻ ഇനി അത് പറയുമ്പോൾ നിങ്ങൾ MA ഓർ MSc എന്നുള്ളത് മുമ്പ് കാണാം. സൈക്കോളജി എന്ന് മാത്രമുള്ള പേരിൽ നിങ്ങൾക്ക് കോഴ്സ് കാണാം. ഓക്കെ, അതായത് കോഴ്സിന്റെ പേര് MA ഓർ MSc എന്താണ്, സൈക്കോളജി എന്നായിരിക്കും.
മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളിലും അവിടെ എന്ത് ചെയ്യും, സെക്കൻഡ് സെമ്മോ തേർഡ് സെമ്മോ ആവുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ കൊടുക്കും, 1-2 സ്പെഷ്യലൈസേഷൻ കൊടുക്കും മിക്കവാറും സ്ഥലങ്ങളിൽ. അങ്ങനെ ഒട്ടും സ്പെഷ്യലൈസേഷൻ കൊടുക്കാത്ത യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യയിലെ എന്താണ് അവൈലബിൾ ആവുന്ന മറ്റു സ്പെഷ്യലൈസേഷനുകൾ കോഴ്സുകളാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ് സൈക്കോളജി, അതായത് ജസ്റ്റ് പേരിന്റെ കൂടെ സൈക്കോളജി എന്ന് മാത്രമാണ് ഉണ്ടാവുക. പിന്നെയുള്ള ഒരു കോഴ്സ് ക്ലിനിക്കൽ സൈക്കോളജി ആണ്. MA ഉണ്ടാവും, MSc ഉണ്ടാവും. പക്ഷേ ഇത് വളരെ റെയർ ആയിട്ടാണ് ഈ കോഴ്സ് ഉള്ളത് കേട്ടോ. റെയർ എന്ന് പറഞ്ഞാൽ അത്ര എല്ലാ സ്ഥലത്തും ഈ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ അല്ല, ക്ലിനിക്കൽ സൈക്കോളജി. ഇപ്പൊ കേരളത്തിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി എന്ന് നേരിട്ട് പറയുന്ന ഒരു കോഴ്സ് കേരളത്തിൽ എന്തില്ല, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളില്ല. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ചില കോളേജുകളിൽ എന്തുണ്ട്, നിങ്ങൾക്ക് കാണാം MSc ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് കാണാം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ MSc ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അങ്ങനെ എന്താണ്, ഇതാണ് അവസ്ഥ. എന്നാൽ നിങ്ങൾ NFSUലേക്ക് പോകുമ്പോ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി, അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, ക്ലിനിക്കൽ സൈക്കോളജി എന്ന കോഴ്സ് കാണാം. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓറിയന്റേഷൻ ഉണ്ടായിരുന്നു, അതിൽ പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്തുണ്ട്, MSc ക്ലിനിക്കൽ സൈക്കോളജി. ഇനി ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്ലിനിക്കൽ എക്സ്പോഷറോട് കൂടി സൈക്കോളജി ക്ലിനിക്കൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് മണിപ്പാൽ. അവിടെ നിങ്ങൾക്ക് എന്ത് കാണാം, MSc ക്ലിനിക്കൽ സൈക്കോളജി എന്ന് കാണാം. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഈ NFSUലും അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ലൈക്ക് മിസോറാം യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് എന്തുള്ളത്, ക്ലിനിക്കൽ സൈക്കോളജി ഉള്ളത്. കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശിലുള്ള യൂണിവേഴ്സിറ്റിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി എന്നുള്ള കോഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് എന്തിനാ പ്രത്യേകം പറഞ്ഞതെന്ന് വെച്ചാൽ, പല ആളുകളുടെയും മനസ്സിലൊരു ധാരണ ഉണ്ടെന്ത്, നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് ആവേണ്ടത്, അപ്പോ അതാവണമെന്നുണ്ടെങ്കിൽ ആരോ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ത്, നമ്മൾ PG ക്ലിനിക്കൽ സൈക്കോളജി തന്നെ എടുത്താലേ പറ്റുള്ളൂ. നിങ്ങളോട് ആരും അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരോട് ചോദിക്കാത്തതുകൊണ്ടായിരിക്കും. എനിക്കറിയുന്ന ഒരു കുട്ടീനെ പ്രോവിഡൻസ് കോളേജിൽ പഠിച്ചത് 3 വർഷം ആ കുട്ടി എന്ത് ചെയ്തു, പിന്നെ റിപ്പീറ്റ് ചെയ്തു. എന്താന്ന് വെച്ചാൽ കുട്ടീന്റെ വിചാരം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കണം. അങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാന്ന് പറയുന്നത് RCIയുടെ സ്പെഷ്യലൈസേഷൻ ആയിട്ടുള്ള അടുത്ത ഒരു ലെവൽ കോഴ്സ്. അത് ഇപ്പൊ MPhil ആണ്. നിങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീണ്ടും അതിന്റെ പേര് MSc അല്ലെങ്കിൽ MA ക്ലിനിക്കൽ സൈക്കോളജി എന്നൊക്കെ ആവാം. അത് ഈ കോഴ്സ് അല്ല, ഇതിന് ശേഷമുള്ള ഒരു കോഴ്സാണ് കേട്ടോ. ഓക്കെ, ഇതാണ്. ആരോ ഒന്ന് അതിൻ്റെ ഇടയിൽ ചോദിച്ചു PG കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആവോ? തീർച്ചയായിട്ടും ആനന്ദി, PG കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിസ്റ്റ് ആയി കേട്ടോ. പക്ഷെ നമ്മൾ സൈക്കോളജിയിലുള്ള സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജി, റിഹാബിലിറ്റേഷൻ സൈക്കോളജി, ഇതൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ PG കഴിഞ്ഞിട്ട് വീണ്ടും RCI റെക്കഗ്നൈസ് ചെയ്യുന്ന കോഴ്സും കൂടി ചെയ്യണം. അതല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം. ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എക്സെപ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജി, റിഹാബിലിറ്റേഷൻ സൈക്കോളജി, ഇതിന്റെയൊക്കെ എലിജിബിലിറ്റി വരുന്നത് PG സൈക്കോളജി ആണ്. ക്ലിയർ ആയോ ആനന്ദി? ഇൻ ബിറ്റ്വീൻ ഞാനത് പറഞ്ഞതാണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മളെ മണിക്കുട്ടി ഓടുന്നു. ഓക്കെ, പിന്നെയുള്ള സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ കോഴ്സിന്റെ പേരുകൾ എന്ന് പറയുന്നത് അപ്ലൈഡ് സൈക്കോളജി. ഇത് നിങ്ങളെ മനസ്സിൽ വേണേ, ഇപ്പറുള്ളത് മറക്കരുതേ. ഓക്കെ ഓക്കെ, ഏകദേശം 266 പേര് നമ്മളെ സെഷനിൽ ഇപ്പൊ ഉണ്ട്. ഓക്കെ ഓക്കെ, അടുത്തത് അപ്ലൈഡ് സൈക്കോളജി ആണ്. അപ്ലൈഡ് സൈക്കോളജി ആണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സ്. അതായത് നിങ്ങൾ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കോഴ്സ് അപ്ലൈഡ് സൈക്കോളജി എന്നുള്ള കോഴ്സ് ആയിരിക്കും. മിക്കവാറും ഈ അപ്ലൈഡ് സൈക്കോളജി കോഴ്സിലും എന്തുണ്ടാവും, സെക്കൻഡ് ഇയർ ആവുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻസ് ഉണ്ടാവും. ക്ലിനിക്കല്, കൗൺസിലിംഗ്, ഫോറൻസിക്, OB എന്നൊക്കെ പറഞ്ഞിട്ട് ഏതാണോ ആ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആ സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു കോഴ്സ് കൗൺസിലിംഗ് സൈക്കോളജി ആണ്. അതായത് MA or MSc കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗിലേക്കൊക്കെ ഇറങ്ങാൻ നല്ല താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഒക്കെ ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ കൗൺസിലിംഗ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ഏത്, കൗൺസിലിംഗ് സൈക്കോളജി. നല്ല ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതുപോലെ തന്നെ എന്താണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട്. ഇതൊക്കെ കൗൺസിലിംഗ് സൈക്കോളജിക്ക് നല്ല
സ്ഥലങ്ങളാണ്. പിന്നെ പല ആളുകളും ഒരു താല്പര്യത്തോടു കൂടി കാണുന്നതാണ് ഫോറൻസിക് സൈക്കോളജി അല്ലെ. സിനിമയൊക്കെ കണ്ടിട്ട് ഫുൾ എന്താണ് ആഹാ ഞാനും വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോറൻസിക് സൈക്കോളജിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ഇന്ത്യയിൽ ജോബ് ഓപ്പർച്യൂണിറ്റി മറ്റുള്ളതിനെ കമ്പയർ ചെയ്ത് വളരെ കുറവാണ് ഫോറൻസിക് സൈക്കോളജി. പഠിക്കാൻ നിങ്ങളുടെ ആഗ്രഹമുണ്ട്, നല്ല പൂതിയുണ്ട്, എന്തായാലും ഞാൻ ഫോറൻസിക് സൈക്കോളജി തന്നെ പഠിക്കുമെന്നാണെങ്കിൽ എന്റെ പേഴ്സണൽ സജഷനിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മിനിമം ഗുജറാത്തിലെ NFSUലെങ്കിലും പഠിക്കണം. കാരണം അവിടെയാണ് എന്തുള്ളൂ ഇതിന്റെയൊക്കെ ഒരു ലാബും ഫെസിലിറ്റിയും ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഓരോ സ്പെഷ്യലൈസേഷൻസ് ആണ് പറയണത്. പിന്നെ നമുക്കുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ആണ് OBHRM. OB എന്നുള്ളത് പലപ്പോഴും പേരിലുണ്ടാവില്ല. HRM, HRD സൈക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാവുക. അഥവാ നിങ്ങൾ ഇൻഡസ്ട്രിയൽ ആൻഡ് ഓർഗനൈസേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു സാധനം കേട്ടിട്ടില്ലേ? അയ്യോ സൈക്കോളജി, അതാണത് അയ്യോ എന്ന് പറയും. അപ്പൊ ആ അയ്യോ സൈക്കോളജി വരുന്നത് എന്താണ് മിക്കവാറും HRM HRD എന്ന് പറയുന്ന പേരിലാണ്. HRD സൈക്കോളജി നല്ല ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. നിങ്ങൾക്ക് പൈസ കുറഞ്ഞു പഠിക്കാനാണെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയും, കുറച്ച് പൈസ കൊടുത്ത് പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അമിറ്റി യൂണിവേഴ്സിറ്റിയും. ഇനി നിങ്ങൾക്ക് എന്താണ് HRD സൈക്കോളജി എന്നെ വേണമെന്നില്ല, പക്ഷെ എന്താണ് അപ്ലൈഡ് സൈക്കോളജി പഠിച്ചിട്ട് എനിക്ക് OB സ്പെഷ്യലൈസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിലുണ്ട്. MA or MSc അപ്ലൈഡ് സൈക്കോളജി എടുക്കുക, അതിൽ OB സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്ന പല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. ഇപ്പോൾ എന്താണ് അല്ലെങ്കിൽ ഈവൻ MSc സൈക്കോളജിയിൽ തന്നെ OB സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, പോണ്ടിച്ചേരി, ജാമിയ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. പിന്നെ എന്താണ് വളരെ എമേർജിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പോർട്സ് സൈക്കോളജി അല്ലെ. ഭാവിയിൽ ഞാനൊക്കെ വലിയ സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ആവും. ഇങ്ങനെ എന്താണ് PT ഉഷേനെയൊക്കെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന, അവരെ മെന്റലി സ്ട്രോങ് ഒക്കെ ആക്കുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആക്കും എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വളരെ എന്താണ് സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലും അതുപോലെ തന്നെ എന്താണ് നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി മണിപ്പൂരും ഒക്കെയാണ് ഈ കോഴ്സ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. CU രാജ് എന്നാണ് കേട്ടോ എഴുതുക. നമ്മൾ ഏകദേശം എല്ലാ കേരളത്തിന് പുറത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും അവിടുത്തെ മലയാളികളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാവും. അറിയോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു മലയാളി കൂട്ടായ്മ ഉണ്ടാവും. അതിപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ മൈത്രി എന്നാണ് അതിന്റെ പേര്, ജാമിയയിലാണെങ്കിൽ സ്മൃതി എന്നാണ് അതിന്റെ പേര്, അങ്ങനെ ഓരോ പേരിലുണ്ടാവും. അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ പേരെന്താന്ന് അറിയോ നിങ്ങൾക്ക്? അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ പേര് അമ്മൂമ്മ എന്നാണ്. അമ്മൂമ്മ. അതുപോലെ ഞാനത് പറയാൻ കാരണം വീണ്ടും ക്യൂഡിപ്പൻ എന്നാണ്. രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിലെ മലയാളി അസോസിയേഷന്റെ പേര് കുർമ എന്നാണ്. ചിക്കൻ കുർമ, ബീഫ് കുർമ എന്നൊക്കെ കേട്ടില്ലേ? അതുപോലെയാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ മലയാളി അസോസിയേഷൻ, അതാണ് കുർമ. ഓക്കെ, അപ്പൊ എന്താണ് അമ്മൂമ്മ എന്ന് ചോദിക്കും. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലയാളി അസോസിയേഷൻ, ഇതാണ് കേട്ടോ അമ്മൂമ്മ. എന്തൊക്കെ വിവരങ്ങളാണ്! ഇത്തരം വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടുന്നേലും കിട്ടും. ഓക്കെ, അപ്പം സ്പോർട്സ് സൈക്കോളജി പഠിക്കാനുള്ള ഓപ്ഷൻസ് എന്ത് ചെയ്തു നിങ്ങൾക്ക് കിട്ടി. ഇനിയുള്ളത് ന്യൂറോ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സാണ്. ന്യൂറോ സൈക്കോളജി നിങ്ങൾക്ക് NFSUലാണ് ഈ ഒരു കോഴ്സ് ഒന്നുള്ളത്. പിന്നുള്ളത് നമ്മുടെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും ന്യൂറോ സൈക്കോളജി ഉണ്ട്. കുറച്ചും കൂടി ഫിസിയോളജിയാണ്. ഇപ്പൊ തന്നെ ഫിസിയോളജി എത്ര ബ്രെയിൻ എത്ര ലോബ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയെ കുടുങ്ങി. ആകെ സിനാപ്സിസ് എന്താണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് മാത്രമേ ഓർമ്മയുള്ളൂ, അല്ലെങ്കിൽ സിനാപ്സിസും ഡെൻഡ്രോണെ ഓർമ്മയുള്ളൂ ആൾക്കാർ അതിന് പോകരുത്. പക്ക ഫിസിയോളജി ബേസ്ഡ് ബ്രെയിൻ റിലേറ്റഡ് സാധനമാണ് ന്യൂറോ സൈക്കോളജി. പഠിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ NFSUവിൽ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്രൈസ്റ്റിൽ പഠിക്കണം ഈ ഒരു കോഴ്സ്. പിന്നെ നമുക്ക് ക്യാൻസർ പേഷ്യൻസിന്റെ ഇടയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന സ്പെഷ്യലൈസേഷൻ ആണ് സൈക്കോ ഓങ്കോളജി. ഇത് കിട്ടുന്ന ഒരു സ്ഥലം ലൈക്ക് നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ക്രൈസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ എന്താണ് വേറെ എവിടെയോ ഒന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏനപ്പോയിലാണെന്ന് തോന്നുന്നു. അവരത് ലൈക്ക് ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യണം. ഏനപ്പോയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇത്രയാണ് ഒരു മേജർ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം ഏനപ്പോയിൽ എങ്ങാൻ തുടങ്ങിയ പോലത്തെ എന്താണ് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അങ്ങനെ തുടങ്ങിയ 1-2 കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, OBനെ കുറിച്ച്. OB എന്ന് പറയുന്നത് നിങ്ങൾ സൈക്കോളജി ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ആൾക്കാരെ പ്രശ്നം കേട്ട് ഇങ്ങനെ കൗൺസിലിംഗിൽ നിൽക്കാനൊന്നും താല്പര്യമില്ല, കുറച്ചും കൂടി ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു ഓർഗനൈസേഷനിൽ നിന്നിട്ട് എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ എന്താണ് മോട്ടിവേഷൻ, അവരുടെ ട്രെയിനിങ്, ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു മേഖലയാണ് എന്ത് HRD, OB, IO എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ കൂടി ജനറൽ ആയിട്ട് നമ്മൾ OB എന്ന് ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള
എന്താണ് അതിന് നമ്മളെ എക്വിപ്ഡ് ആക്കുന്ന കോഴ്സാണ് എന്ത് OB-HRD അല്ലെങ്കിൽ IO-HRM കേട്ടോ. മിക്കവാറും ഇനീഷ്യൽ ഫേസിലൊക്കെ ആളുകൾ എന്തായിരിക്കും റിക്രൂട്ടിംഗ് പൊസിഷനിലൊക്കെ ആയിരിക്കും കയറുക. പിന്നെ അങ്ങനെ അതിന്റെ മുകളിലോട്ട് നമ്മളെ കഴിവിനൊക്കെ അനുസരിച്ചിട്ട് മുകളിലോട്ട് പോകും. ഓക്കെ, ന്യൂറോ ഒന്നുകൂടി ഷോർട്ട് ആക്കി പറയും. ന്യൂറോ ഒന്നും ഇല്ലടാ, ന്യൂറോ നമ്മുടെയൊക്കെ ഹോസ്പിറ്റലുകളിലൊക്കെ അതുപോലെ തന്നെ ലബോറട്ടറി ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലൊക്കെ ന്യൂറോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ലേ, തലയുമായി ബന്ധപ്പെട്ടുള്ള അവിടങ്ങളിലൊക്കെ ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്നുള്ള പൊസിഷനിൽ വർക്ക് ചെയ്യാനും അതിൽ റിസർച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു മേഖലയാണ് എന്ത് ഈ ന്യൂറോ സൈക്കോളജി. പക്ഷെ ഇന്ത്യയിൽ വളരെ ചെറിയ എന്താണ് സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതേപോലെയാണ് സൈക്കോ ഓങ്കോളജി. ഇപ്പൊ നിങ്ങളിപ്പോ കേരളത്തിലാണെങ്കിൽ MVR ഇല്ലേ, നമ്മളെ മുക്കം അവിടെയുള്ള MVR ക്യാൻസർ സെന്റർ അവിടെ ഉണ്ട്. മലബാർ ഇല്ലേ, തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ, മിംസ് ഇല്ലേ, ഇവിടങ്ങളിലൊക്കെ എന്താണ് സൈക്കോ ഓങ്കോളജിസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരു സെഷനൊക്കെ നടത്തിയിരുന്നു, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തവർക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലെ. ഓക്കെ, ചൈൽഡ് സൈക്കോളജി ഇന്ത്യയിൽ അങ്ങനെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഇല്ല ജുംസ് സോക്സോ. കാരണം എന്താണ് സ്പെഷ്യലൈസേഷൻ ലെവലിൽ കുറവാണ്. കഴിഞ്ഞ വർഷം എൻ്റെ ഒരു ഓർമ്മയിൽ ഏനപ്പോയ യൂണിവേഴ്സിറ്റിക്കാർ ആ ഒരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബെറ്റർ അങ്ങനെ പുതുതായി തുടങ്ങിയ കോഴ്സിലേക്ക് സൂപ്പർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് പോകുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്കൊരു എന്താണ് അപ്ലൈഡ് സൈക്കോളജിയോ അല്ലെങ്കിൽ MA or MSc സൈക്കോളജിയിലേക്കോ പോകുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഓക്കെ ദിസ് ഏരിയ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തിലുള്ളത് നമ്മളുടെ സ്പെഷ്യലൈസേഷനുകളുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എന്താ ഇവിടെ ഉള്ളത്? ന്യൂറോ സൈക്കോളജി പറഞ്ഞു. ജനറൽ സൈക്കോളജിക്ക് സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്, സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ എന്തുണ്ട് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ക്ലിനിക്കല്, കൗൺസിലിംഗ്, OB, ഫോറൻസിക് ഒക്കെയാണ് അധിക സ്ഥലത്തും ഉണ്ടാവാറ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിനിക്കൽ സൈക്കോളജിയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ആർദ്ര? പറയൂ. അഫ്ര അല്ലേ ചോദിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോളജി ആൻഡ് അപ്ലൈഡ് സൈക്കോളജി പറയാം. ഓക്കെ, അതായത് ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളില് ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പല പേരിലാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ എന്താണ് അപ്ലൈഡും സൈക്കോളജിയും ആണ്. അവിടങ്ങളിൽ വീണ്ടും എന്താണ് സെക്കൻഡ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാം. ചില സ്ഥലങ്ങളിൽ എന്താണ് അപ്ലൈഡ്, കൗൺസിലിംഗ്, ഫോറൻസിക് എന്നൊക്കെ ഉണ്ട്. ഇതിൽ അപ്ലൈഡ് ഉള്ള സ്ഥലത്ത് വീണ്ടും എന്താണ് നമുക്ക് അവിടെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് ഏതെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലുള്ള സ്പെഷ്യലൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യാം. ഇതില് ഈ നമ്മളെ MSc സൈക്കോളജിയോ MSc അപ്ലൈഡ് സൈക്കോളജിയോ എടുക്കുന്നത് കൊണ്ട് വലിയ ഡിഫറൻസ് നമ്മളെ കരിയറിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് സൈക്കോളജിയിലെ മേഖലയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അതിൽ വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? കാരണം എന്താണ് ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു സിലബസ് ഉണ്ടാവും. ആ സിലബസിൽ എന്താണ് MSc സൈക്കോളജിയുടെ സിലബസും നിങ്ങൾ അപ്ലൈഡ് സൈക്കോളജിയുടെ സിലബസും എടുത്താൽ ഏറെക്കുറെ ടോപ്പിക്കുകളൊക്കെ സിമിലർ ആയിരിക്കും ഉണ്ടാവും. എസ്പെഷ്യലി MSc സൈക്കോളജിയും MSc അപ്ലൈഡ് സൈക്കോളജിയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 90% എബോവും എന്തായിരിക്കും സിമിലർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ ചില പേപ്പർ കൂട്ടും, ചില പേപ്പറുകൾ കുറക്കും എന്നൊക്കെ ഉള്ളതാണ് ഉള്ളത്. ഓക്കെ, സൈക്കോ ഓങ്കോളജി സ്പെഷ്യലൈസേഷൻ ക്രൈസ്റ്റ് പറഞ്ഞു. ദിനയാണെന്ന് തോന്നുന്നു അല്ലെ മറുപടി കൊടുത്തത്? അല്ല, ദിനമോളാണ് കൊടുത്തത്. ഓക്കെ, RCA റെക്കഗ്നൈസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് PG ലെവലിൽ ശ്രദ്ധിക്കുക മക്കളെ, PG ലെവലിൽ സൈക്കോളജി PG ലെവലിൽ RCA റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് എവിടെയും ഇല്ല കേട്ടോ, ഇന്ത്യയിൽ എവിടെയും ഇല്ല. ഓക്കെ, അത് മനസ്സിലുണ്ടായിക്കോട്ടെ. ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട് നിംഹാൻസിൽ PG ഉണ്ട് എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഉണ്ടോന്ന് അറിയില്ല. എവിടെയും ഇന്ത്യയിൽ എന്തില്ല നമ്മളുടെ ആയിട്ടുള്ള PG കോഴ്സ് ഇപ്പോൾ ഇല്ല. RCA കൊടുക്കുന്ന കോഴ്സുകൾ ഉള്ളത് MPhil എന്നാണ് ഇതുവരെ ഉള്ളത്. അടുത്ത വർഷം മുതൽ 2026 മുതൽ അതിന്റെ പേരൊന്ന് മാറും എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. അതിന്റെ പേര് മാറും എന്നുള്ളത്. ഓക്കെ, ആദിത്യൻ ചോദിച്ചു കൊമേഴ്സ് UG എടുത്തവർക്ക് PG പറ്റുമോന്ന്. ആദിത്യനെ പോലെ സംശയമുള്ള സൈക്കോളജി അല്ലാത്ത എല്ലാവരോടും കൂടി പറയാണ്,
നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു 16-17ഓളം യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, എല്ലാ സ്ഥലത്തും പറ്റില്ല. കേരളത്തിൽ അങ്ങനെ പറ്റുന്ന ഒരേ ഒരു സ്ഥലം കാലടി യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അതിന്റെ ലിസ്റ്റ് നമ്മൾ വളരെ വൃത്തിയിൽ ഞാനൊരു 1.5-2 മണിക്കൂർ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയത് നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഇനി അത് ഒന്നും കൂടി റീഷെയർ ചെയ്യാം നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ. ഓക്കെ ഓക്കെ. ദിവ്യ ചോദിച്ചു എന്താണ് ടു ഗെറ്റ് ജോബ് ആഫ്റ്റർ PG സൈക്കോളജി കോഴ്സ് ഇസ് ബെറ്റർ. അങ്ങനെ ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല ദിവ്യ. കാരണം എന്താണ്, നമ്മൾ PG ലെവലിൽ നമ്മൾ ക്ലിനിക്കലോ കൗൺസിലിങ്ങോ എന്താണ് ഫോറൻസിക്കോ സ്പോർട്സോ ഒക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇതിൽ ഏതിൽ പോയാലും നമുക്ക് എന്തുണ്ട്, ജോബ് ഉണ്ട്. കൂടുതൽ ആളുകളും ക്ലിനിക്കൽ സൈക്കോളജി ആഗ്രഹിക്കുന്ന ആളുകൾ ഇതോടുകൂടി പഠനം തീരുന്നില്ല. PGക്ക് ശേഷവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് PGക്ക് ശേഷം RCI ഉള്ള ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകണമെങ്കിൽ ഈവൻ നമുക്ക് MSc സൈക്കോളജിയോ അപ്ലൈഡ് സൈക്കോളജിയോ കൗൺസിലിംഗ് സൈക്കോളജിയോ ഒക്കെ പഠിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, അതെടുക്കാം. അപ്പം ഏതിനാണ് ജോബ് ഓപ്പർച്യൂണിറ്റി ബെറ്റർ എന്ന് ചോദിച്ചാൽ എന്താണ്, മോസ്റ്റ്ലി നിങ്ങൾ കൗൺസിലിങ്ങോ അപ്ലൈഡോ സൈക്കോളജിയോ ക്ലിനിക്കലോ എടുക്കുന്നതായിരിക്കും കമ്പാരിറ്റീവ്ലി ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ, റാദർ ദാൻ ഫോറൻസിക്കോ സ്പോർട്സോ ന്യൂറോയോ ഒക്കെ എടുക്കുന്നതിനേക്കാൾ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഈ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ചിട്ടാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് സംശയങ്ങളുണ്ട്, നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയി നോക്കല്ലേ, എന്നിട്ട് അപ്പൊ ചിലപ്പോൾ ചില എന്താണ് ഡൗട്ടുകളൊക്കെ തീരും. ഞാൻ പറഞ്ഞു Q&A ആയിട്ട് തന്നെ നിങ്ങൾക്ക് സെഷൻ ഉണ്ടാവും, I mean സമയം തരാം. അപ്പം ഇങ്ങനെ പോവും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് MA പറഞ്ഞു, സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞു. നിങ്ങൾ ബോറടിക്കണ്ട, അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങനെ കേട്ടിട്ട് അയ്യോ തലകറങ്ങി ഇതൊന്നും കേൾക്കാൻ വയ്യേ എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പോ എന്താണ് സ്പെഷ്യലൈസേഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് ചില യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാം. ആരോ ഒന്ന് ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫീ സ്ട്രക്ചർ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, പ്രവീൺ IPVD 17. അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ മൊത്തത്തിൽ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ ഏകദേശം 1, 2, 3, 4, 5, 6 തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല തരത്തില്. അതില് ഒരു പ്രീമിയർ ലെവലിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഇങ്ങനെ 2 പേരിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, അതായത് നമ്മൾ IIT, IIM, NIT അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അല്ലേ, അതിനെയൊക്കെ നാഷണൽ ഇമ്പോർട്ടൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പോ ഒരു മേജർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഒരേ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ് ഉള്ളത്, കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റി. അവിടെ നമുക്ക് സൈക്കോളജി ഇല്ല. ഓക്കെ, അപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ കേരളത്തിൽ തന്നെ പഠിക്കണമെന്നും വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും നടക്കാത്ത ഒരാഗ്രഹം കൂടി ജീവിതത്തിൽ ഉണ്ടാവും. അതാണ് ഈ ആഗ്രഹം കേട്ടോ. ഓക്കെ, അപ്പോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ്യോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങൾ വണ്ടി കയറും. ഇത് വണ്ടിയാണ്, തീവണ്ടിയാണ് ഞാൻ വരച്ചത്, തീവണ്ടിയാണ്. ഓക്കെ, തീവണ്ടി. ഓക്കെ, ഈ തീവണ്ടി കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പോവും. അപ്പൊ നിങ്ങളെ സ്റ്റോറിയിലൊക്കെ ഉള്ള ലൊക്കേഷൻ ഒക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ വല്ല ഹൈദരാബാദ് അല്ലെങ്കിൽ പോണ്ടിച്ചേരി വൈബ്സ്, അല്ലെങ്കിൽ എന്താണ് തമിഴ്നാടു, അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങളെ സ്റ്റോറിയിലൊക്കെ എന്ത് ചെയ്യും, മാറും കേട്ടോ. അപ്പം നിങ്ങൾ പഴംപൊരി കിട്ടാത്ത, സാമ്പാർ കിട്ടാത്ത, എന്താണ് ഉരുളക്കിഴങ്ങും എന്താണ് പരിപ്പും ദാൽ ഫ്രൈയും ഒക്കെ കിട്ടുന്ന, അയിലയും മത്തിയൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ ജീവിക്കേണ്ടി വരും. 2 വർഷം അങ്ങനെയൊക്കെ ജീവിക്കാൻ മെന്റലി തയ്യാറാവുക. മനസ്സിലായോ? എന്നാൽ പോലും ബട്ട് സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയില്ലേ, അപ്പൊ അതേപോലെ എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഇവിടുന്ന് ഒന്ന് പോയാ മതി, ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാ മതി, ആ ബാഗ് വരെ റെഡിയാണ്, അതിലേക്കുള്ള ഡ്രസ്സൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതേപോലെ എന്താണ്, ഏത് സ്ഥലത്തായാലും കുഴപ്പമില്ല, അയിലയും മത്തിയും ഞാൻ സാക്രിഫൈസ് ചെയ്തോളാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പിന്നെ പറയും അയ്യോ അയ്യോ എന്ന്. അപ്പൊ ഇതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റി ആണ് എന്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. മിക്കവാറും ഇവിടുത്തെ വലിയത് രാഷ്ട്രപതിയൊക്കെ ആയിരിക്കും. നിങ്ങൾ വല്ല ഗോൾഡ് മെഡലിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എന്താണ്
കോൺവക്കേഷന് നിങ്ങൾക്ക് ചിലപ്പം രാഷ്ട്രപതി ഒക്കെ വന്നിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ മെഡൽ തരിക. ഷഫീദ ഫ്രം കേരള മഞ്ചേരി ഗോട്ട് ദ ഗോൾഡൻ മെഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണ് ബേസിക്കലി, പക്ഷെ എന്താണ് അതിൽ കുറച്ചും കൂടി കാറ്റഗറി കൂടിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ ടിസ് അല്ലെ, ടിസ് അറിയില്ലേ? ടിസ് എന്താണ്? ടിസിന്റെ ഫുൾ ഫോം, ടിസിന്റെ ഫുൾ ഫോം എന്താ? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അല്ലെ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് മുംബൈയിലുള്ള ക്യാമ്പസ്. ഇന്ത്യയിൽ നിങ്ങൾ സൈക്കോളജി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം ഏതാണ് മാഷേ നല്ല സ്ഥലം പറഞ്ഞു തരും, രക്ഷപ്പെടണം എന്നാൽ എന്ത് ചെയ്യരുത്, നഷ്ടം തോന്നാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ടിസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, ടിസ് ഒരു നല്ല സ്ഥലമാണ്. ഏത്? സൈക്കോളജി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ പണ്ട് കാലത്ത് എന്ന് പറയുമ്പോൾ 2015 വൺസ് അപ്പോൺ എ ടൈം ഈ പറയപ്പെടുന്ന ടിസിന് നമ്മളെ കോഴിക്കോട് ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു മാഷായിരുന്നു ഞാൻ, മാഷ് അധ്യാപകൻ. ഇതിന്റെ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. മണിപ്പാല്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ്, ഇങ്ങനെയൊക്കെ പല ഡീംഡ് യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് കാണാം. അത് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി നല്ല അടിപൊളിയായിട്ടുള്ള പ്രൈവറ്റ്, നല്ല പൈസ ഉണ്ടാവും അത്യാവശ്യം, അങ്ങനെയുള്ള ക്യാമ്പസുകളാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി. പിന്നെ നമ്മളുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ 5 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് നമുക്ക് സൈക്കോളജി പഠിക്കാൻ പറ്റുന്നത്. കാലിക്കറ്റ്, കേരള, MG, കണ്ണൂര്, ഏതോ ഞാൻ മിസ്സാക്കിയല്ലോ. കാലിക്കറ്റ്, കണ്ണൂര്, MG, കേരള, കാലടി, 5 സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് നമുക്ക് എന്തിലുള്ളത്, കേരളത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്നാൽ ഇതേപോലെ കേരളത്തിന്റെ പുറത്ത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി, പെരിയാർ യൂണിവേഴ്സിറ്റി, ഇപ്പറ നോക്കാണ് മൈസൂർ യൂണിവേഴ്സിറ്റി, കർണാടക യൂണിവേഴ്സിറ്റി, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഇനി കുറച്ചും കൂടി മുകളിലോട്ട് ഹൈദരാബാദ് അങ്ങോട്ട് പോവാണെങ്കിൽ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി, കുറച്ച് ഇനി ഇങ്ങോട്ട് പോവാണെങ്കിൽ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി, ഇന്ത്യയിൽ ആദ്യമായി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ കൊൽക്കത്ത യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള കുറെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഉണ്ട്. പിന്നെ വളരെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്, നിങ്ങൾ CUT-ന്റെ ലിസ്റ്റ് ഒക്കെ എടുത്താൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് കാണും. ഈവൻ മോഡി യൂണിവേഴ്സിറ്റി എന്നൊക്കെയുള്ള പേരിലൊക്കെ പല യൂണിവേഴ്സിറ്റികളുടെ, അപെക്സ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കേട്ടോ. പിന്നെ ഉള്ളത് ഓട്ടോണോമസ് കോളേജുകളാണ്. അതായത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ തന്നെ ആയിരിക്കും, പക്ഷെ അതെന്തായിരിക്കും, അവരുടേതായിട്ടുള്ള സിലബസ്, അവരുടേതായിട്ടുള്ള ഒരു ഓട്ടോണോമസ് കോളേജ്. നിങ്ങൾക്ക് അറിയാം ഓട്ടോണോമസ് കോളേജ് എന്താണെന്നുള്ളത് അല്ലെ. ഇപ്പം മദ്രാസിലുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഓട്ടോണോമസ് കോളേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. എന്നാൽ 6ാമത്തെ കാറ്റഗറിയാണ് എന്ത്, അഫിലിയേറ്റഡ് കോളേജ്. അതായത് എന്ത്, പിന്നെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ അഫിലിയേറ്റഡ്, ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നത് മിക്കവാറും ഈ പറയപ്പെടുന്ന 6ാമത്തെ നമ്പറിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിലായിരിക്കും അല്ലെ. നിങ്ങളെ കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ MG യൂണിവേഴ്സിറ്റിയിലോ കേരള യൂണിവേഴ്സിറ്റിന്റെ ഒക്കെ അണ്ടറിലുള്ള കോളേജ് ആയിരിക്കും. ഇങ്ങനെയുള്ള കോളേജുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, PG ഡിപ്പാർട്ട്മെന്റ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? ഡീംഡ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. പക്ഷെ എന്താണ്, പ്രൈവറ്റില് തന്നെ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് എന്ത്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്. മനസ്സിലായോ? ടിസ് ഞാൻ പറഞ്ഞു, ടിസ് പറഞ്ഞു, ജെയിൻ ഡീംഡ് ആണെന്നാണ് എൻ്റെ ഒരു ബലമായ ഓർമ്മ, ഒരു 90%. ഇങ്ങനെ നിങ്ങളൊന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അമിറ്റി യൂണിവേഴ്സിറ്റി, SRM യൂണിവേഴ്സിറ്റി, ലവ്ലി പ്രൊഫഷണൽ, ഇതൊക്കെ എന്താണ്, ഡീംഡ് യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് പ്രൈവറ്റ് ആണ്, ഫീസ് ഉണ്ടാവും, നല്ല ഫീസ് ഉണ്ടാവും, പക്ഷെ എന്താണ് കുറച്ചും കൂടി ഗ്രേഡ് കൂടിയത്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി നേരത്തെ ആരോന്ന് ചോദിച്ചു. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പൊതുവേ എന്താണ്, നമുക്ക് ഫീ സ്ട്രക്ചർ മിക്കവാറും വരുന്നത്, എക്സെപ്ഷണൽ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മളെ നിങ്ങൾ ഇപ്പൊ ഉള്ള ആ ഗ്രൂപ്പിൽ ഓരോ യൂണിവേഴ്സിറ്റിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കോഴ്സ് വൈസ് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കാം. മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ എന്താണ് 10,000 പെർ ഇയറിനേക്കാൾ അപ്പറോ ഇപ്പറോ പ്ലസ് ഓർ മൈനസ് എന്നുള്ള രീതിയിൽ കുറവായിരിക്കും മിക്കവാറും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ഫീസ് സ്ട്രക്ചർ. എന്നാൽ എല്ലാത്തിലും എക്സെപ്ഷനിൽ ഉള്ളതുപോലെ അതിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നമുക്ക് കുറച്ച് ഫീസ് കൂടുതലാണ്.
ഒരു എന്താണ് 30,000 അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ NFSC ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു 75,000 ഫീസ് വരുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അതിന് അവർ 50,000 വാങ്ങുന്നുണ്ട്. എന്നാൽ അവിടെ തന്നെ അപ്ലൈഡ് ഉണ്ട്, അതിന് 10,000 റുപ്യ ഉള്ളൂ, ഒരു വ്യത്യാസവും ഇല്ല. ഓക്കെ, അപ്പോ എന്താണ്, ഇങ്ങനെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കുറച്ച് അധികം ഫീസ് ഉള്ള സ്ഥലങ്ങൾ ഞാൻ മെൻഷൻ ചെയ്തു കേട്ടോ മക്കളെ. ഓക്കെ, അതല്ലാത്ത മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ എന്താണ്, ഫീസ് സ്ട്രക്ചർ 10,000 താഴത്ത് എന്താണ്, വളരെ ഒരു 3,000 10,000 ഇടയിലായിരിക്കും മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലും ഫീസ് കമ്പാരിറ്റീവ്ലി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കുറവായിരിക്കും. മാക്സിമം ഒക്കെ പോകും ഒരു 20,000 വരെയാണ് ഇയർലി ഫീസ്. നിങ്ങളിപ്പോ കോളേജിൽ എത്ര കൊടുക്കുന്നുണ്ട്? നിങ്ങളിപ്പോ കോളേജിൽ സെമ്മിന് എത്ര കൊടുക്കുന്നുണ്ട്? നല്ല ഫീസ് കൊടുക്കണില്ലേ? ഓക്കെ, അപ്പോ എന്താണ്, കമ്പാരിറ്റീവ്ലി എന്താണ്, ഫീസ് സ്ട്രക്ചർ കുറവായിരിക്കും. എന്നാൽ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലും അഫിലിയേറ്റഡ് കോളേജുകളിൽ നിങ്ങൾ എന്താണ്, ലൈക്ക് മെറിറ്റിൽ അല്ലാണ്ട് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അത്യാവശ്യം നല്ല ഫീസ് സ്ട്രക്ചർ കൊടുക്കേണ്ടി വരും. ഇതാണ് അബൌട്ട് ഫീസ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫീസിനെ കുറിച്ചിട്ടുള്ള, ക്രൈസ്റ്റിലൊക്കെ നല്ല ഫീസ് വരുടാ, ഒരു 1 ഇയറിലേക്ക് തന്നെ, അതായത് ഒരു സെമ്മിന് എന്തുണ്ട്, 80,000 അടുത്തൊക്കെ ഫീസ് ഉണ്ട്. ക്രൈസ്റ്റിലുണ്ട്, മണിപ്പാലില് നല്ല ഫീസ് ഉണ്ട്, ടിസ്സിൽ നിങ്ങൾക്ക് ഒരു 40,000 അടുത്തൊക്കെ ഫീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിന്റെ ഫീസുകൾ ചോദിച്ചാൽ ഞാനൊരു 50-60 യൂണിവേഴ്സിറ്റികളുടെ ഫീസ് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഉള്ള മിഷൻ ഗ്രൂപ്പിൽ എന്ത് വരും, ഓരോ യൂണിവേഴ്സിറ്റീസും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഇൻഫർമേഷൻസ് വരുന്നത് കൊണ്ട് ഇങ്ങനത്തെ ഫീസ് സ്ട്രക്ചർ, എലിജിബിലിറ്റി ഒക്കെ നിങ്ങൾ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ചില യൂണിവേഴ്സിറ്റികളെ ഒന്ന് പരിചയപ്പെടുകയാണ്. കാരണം ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായി നമ്മളെ സെഷൻ. ഞാൻ ആ 1 മണിക്കൂർ 1.25 ഉള്ളിൽ എന്താണ് വൈൻഡപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. കാരണം ഇനി ഇങ്ങനെ ആളുകളുടെ നെറ്റൊക്കെ തീരുമ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോ ഏകദേശം ക്ലിയർ ആണോ ഇതുവരെ പറഞ്ഞത്? MSc MA സ്പെഷ്യലൈസേഷൻസ്, ഡിഫറെന്റ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ പറഞ്ഞോ. ഹിബ പോണ്ടിച്ചേരി 30,000. ഓക്കെ, ജാമിയ മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. NIRF റാങ്കിങ്ങിൽ 3-ാം സ്ഥാനമുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലേക്ക് പോവാം. ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് MA സൈക്കോളജി ഉണ്ട്, MA അപ്ലൈഡ് സൈക്കോളജി ഉണ്ട് കേട്ടോ. ഇത് 2 കോഴ്സും നമുക്ക് എന്തിലുണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതായത് നോർത്ത് ക്യാമ്പസും സൗത്ത് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് 2 ഇതുണ്ട്. ഒരു സ്ഥലത്ത് 130 സീറ്റും ഒരു സ്ഥലത്ത് 30 സീറ്റുമായിട്ടുണ്ട്. ഇതിൽ 50% എന്താണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തന്നെ സ്റ്റുഡൻസിന് റിസർവ്ഡ് ആണ്. അപ്പൊ ഇതിന്റെ പകുതി സീറ്റിലേക്ക് നമ്മൾക്ക് എന്താണ്, നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ളത്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആളുകൾക്കും ഇപ്പൊ അപ്ലൈ ചെയ്യാം. പുതുതായിട്ട് അവർ സർക്കുലർ വരുമ്പോൾ ചിലപ്പം മാറിയേക്കാം. ഓക്കെ, അടുത്തതാണ് ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ഓക്കെ, ഈ സ്റ്റെപ്പ് ഒക്കെ കണ്ടങ്ങൾ. ഈ സ്റ്റെപ്പിലൊക്കെ ഇത്ര വൃത്തിയൊന്നുമില്ല, കുറച്ചും കൂടി കറുത്ത പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതേതോ മഴ പെയ്ത് തോർന്ന സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന്റെ ഒറിജിനൽ ഫോട്ടോ നാളെ എടുത്തിട്ട് ഗ്രൂപ്പിലിടാം. ഓക്കെ, അത് ഓഡിറ്റോറിയം ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ഇത് ഇങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മളെ ഷാറൂഖ് ഖാൻ ഒക്കെ പഠിച്ച യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഷാറൂഖ് ഖാൻ ഞാനൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അലൂമിനീസ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ തമാശ പറഞ്ഞാണേ. ഓക്കെ, അപ്പം ജാമിയ മില്ലിയയിലുള്ള കോഴ്സിന്റെ പേര് MA അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്നതാണ് കോഴ്സ്. ഇവിടെയും നിങ്ങൾക്ക് നോൺ സൈക്കോളജി ഉള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, വരാൻ വേണ്ടിയിട്ട് പറ്റും. ഈ സ്ലൈഡ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യൂല ഷഫീദ. ഓക്കെ, ഇതിലുള്ള ഇൻഫർമേഷൻസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യും, ഓരോ യൂണിവേഴ്സിറ്റീസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, അതേപോലെ അടുത്തൊരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഹൈദരാബാദിൽ ഭയങ്കര വലുപ്പമുള്ള യൂണിവേഴ്സിറ്റിയാണ്, അടിപൊളി ക്യാമ്പസ് ആണ്. അവിടെ കുറച്ച് മുമ്പ് വരെ എന്തായിരുന്നു കോഴ്സ് അവര് കൊടുത്തിരുന്നത്, എന്തായിരുന്നു, ഹെൽത്ത് സൈക്കോളജി ആയിരുന്നു. പക്ഷെ ഇപ്പം കോഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ. ഓക്കെ, പിന്നുള്ളതാണൊന്ന് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന നല്ല എന്താണ് പേര് കേട്ട, അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്നാൽ ഇതൊക്കെ ഇപ്പൊ ഞാൻ ഈ കാണിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ എന്താണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് NIRF റാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെയാണ് ഇതൊക്കെ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, വാരണാസി
നല്ല നല്ല എന്താണ് നമ്മളെ കുംഭമേളയൊക്കെ നടക്കുന്ന സ്ഥലമല്ലേ, ഭയങ്കര മിസ്റ്റിക് ആയിട്ട് ആളുകളൊക്കെ എന്താണ് സ്വത്വത്തെ കണ്ടുപിടിക്കാനും ജീവിതം എന്താന്ന് പഠിക്കാനൊക്കെ പോകുന്ന അഘോരികളുടെ എന്താണ് ഗംഗയുടെ തീരത്തുള്ള ക്യാമ്പസ് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇവിടുത്തെ കോഴ്സിന്റെ പേര് MA/MSc സൈക്കോളജി എന്നാണ് കേട്ടോ. ഓക്കെ, MA/MSc സൈക്കോളജി എന്നാണ്. പിന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. എനിക്ക് ഇന്ത്യയിൽ ഒരു ക്യാമ്പസ് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്യാമ്പസിന്റെ ഒരു ഭംഗി കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പസ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ ഏകദേശം എല്ലാ കൊല്ലവും ഒരിക്കലെങ്കിലും എന്ത് ചെയ്യും, അലിഗഡിൽ പോകും. കാരണം നമ്മളെ പെപ്പിൽ നിന്ന് എന്താണ് എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇവിടെ പോയി എഴുതണം അലിഗഡിൽ. അപ്പൊ എന്ത് ചെയ്യും, അവിടത്തേക്ക് കുട്ടികളെയും കൊണ്ട് ടൂർ പോകും. ആ ടൂറിലാണ് ഇവർ താജ്മഹലൊക്കെ കാണാം. ഓക്കെ, അപ്പം അലിഗഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമ്പസ് ആണ്, നല്ല ഭംഗിയിൽ ചുവപ്പ് ഇഷ്ടിക, എന്താണ് ഈസ്റ്റിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്ന ഒരു ക്യാമ്പസ് ആണ് അലിഗഡ് യൂണിവേഴ്സിറ്റി. MA സൈക്കോളജി ആണ് ഇവിടുത്തത്. ഇവിടുത്തെ 40 സീറ്റുകൾ ഉണ്ട്. അതിൽ എന്താണ് 20 സീറ്റുകളാണ് അലിഗഡിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്കുള്ളത്. കഴിഞ്ഞ വർഷം, അതായത് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ആ 20 എന്താണ് 13 പേരാണ് എൻ്റെ ഓർമ്മയിൽ ഒക്കെ നമ്മളെ പെപ്പിയൻസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ നിങ്ങൾക്ക് നോർത്തിലേക്കൊന്നും പോവണ്ട, അവിടെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്ന് എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന കുറെ അമ്മാവന്മാരൊക്കെ പറയും. അതൊക്കെ കളവാണ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ പറയുന്നത് വല്ല സൗത്തിലൊക്കെ പഠിച്ചോ, അങ്ങനെയാണെങ്കിൽ വിടാം എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. നല്ല ബീച്ച് വൈബുള്ള, വാവ്, ഫുൾ വൈബ്സ് ഓൺലി, മൂഡ്സ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാമ്പസ് ആണിത്. ഓക്കെ, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നുള്ളത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നുണ്ട്. ഓക്കെ, ഇതാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഇവിടെ MSc അപ്ലൈഡ് സൈക്കോളജി ആണ്. ഏകദേശം 74ഓളം സീറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒട്ടുമിക്കവും മലയാളികൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, BHUന്റെ സ്ലൈഡ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ല, എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. പക്ഷേ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, ബ്യൂട്ടിഫുൾ സിലബസ്, ബെസ്റ്റ് എക്സ്പോഷർ, ഇങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ ഐ ചൂസ് ടിസ് മുംബൈ ആണ്. നിങ്ങൾ അവിടെ ടിസ്സിൽ പഠിക്കുക എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ ഒരു ടിസ് അലൂമിനി ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു മഹാസംഭവമാണ്. അപ്പം അവിടുത്തെ കോഴ്സ് എന്താണ് അപ്ലൈഡ് സൈക്കോളജി ആണ്, ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ്. സൈക്കോളജി ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് പേപ്പറെങ്കിലും പഠിച്ചിരിക്കണം എന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നമ്മള് മറ്റ് യൂണിവേഴ്സിറ്റികൾ, ഞാനിത് ഇങ്ങനെ ജസ്റ്റ് യൂണിവേഴ്സിറ്റികളെ മാത്രം ഒന്നിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫെമിലിയർ ആവാൻ, ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ അറിയണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് കേരളത്തിന്റെ പുറത്ത് പോയി പഠിക്കാനുള്ള പൂതി കൊണ്ട് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ പോരാ. കേരളത്തിൽ 5 യൂണിവേഴ്സിറ്റികൾ ഉണ്ട് അല്ലെ? ഈ 5 യൂണിവേഴ്സിറ്റികളിലും കൂടിയുള്ള സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് നിയർലി 100 ബിലോ ആണ്. സന്തോഷിക്കൂ മക്കളെ, സന്തോഷിക്കൂ. അതായത് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ 5 യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകളല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ ആകെ 10 സീറ്റാണ് ഉള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 22 സീറ്റാണ് ഉള്ളത്. മനസ്സിലായോ? ഇങ്ങനെ 100ൽ താഴെ മാത്രമാണ് കേരളത്തിലുള്ള സൈക്കോളജി PG യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുള്ള സീറ്റ്. പിന്നെ സീറ്റുകൾ ഉള്ളത് എവിടെയാണ്? നിങ്ങളുടെയൊക്കെ കോളേജുകളിൽ ഉള്ള PG ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചു, അവിടെ PGക്ക് കിട്ടിയ ഞങ്ങൾ പോകണ്ടോ എന്നുള്ളത്. അതിന്റെ ഉത്തരവും നിങ്ങൾ പറഞ്ഞു. അപ്പം ഈ ഒരു കാരണം ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഒരു വർഷം 4000 കുട്ടികളാണ് ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത്. അയ്യോ, ഒന്നും പറയല്ലേ, ഞങ്ങൾ കുറച്ച് ആശ്വാസത്തിനാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ പോലും എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട സത്യമായ ചില ഫാക്റ്റുകൾ അറിയണ്ടേ. 4000ഓളം കുട്ടികളാണ് ഒരു കൊല്ലം ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നത്. ഓക്കെ, ഈ ഒരു കൊല്ലം 4000ഓളം കുട്ടികൾ കഴിഞ്ഞിറങ്ങുന്നതും കഴിഞ്ഞ വർഷം എൻട്രൻസ് കിട്ടാതെ വെയിറ്റിംഗിലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന അത്രയും വലിയൊരു ആളുകളൊക്കെ കൂടിയിട്ട് കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞാൽ വകുപ്പില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആകെ 100 സീറ്റിന്റെ താഴത്തെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കൂടി എന്താണ്, നിങ്ങൾ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ
എന്താണ് കേരളത്തിന്റെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കൂടി ഫോക്കസ് ചെയ്താലാണ് നിങ്ങൾക്ക് PG എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ കോളേജുകൾ ഉണ്ടാവില്ല ഫാത്തിമ ഹന. സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു ഒറ്റ എന്താണ് ആ യൂണിവേഴ്സിറ്റി മാത്രമാണ് ഉണ്ടാവുക. അതിന്റെ കീഴിൽ അഫിലിയേറ്റഡ് കോളേജുകൾ ഉണ്ടാവില്ല. അഫിലിയേറ്റഡ് കോളേജുകളിൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ തന്നെ ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്താണ് നമുക്ക് ഡിഫറെന്റ് കോളേജുകളുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു 4 കോളേജുകളുണ്ട്. മനസ്സിലായോ? അങ്ങനെ എന്താണ് യൂണിവേഴ്സിറ്റി അതിന്റെയും എൻട്രൻസ് എക്സാമിനേഷൻ ഒറ്റ ഒന്നാണ്. മനസ്സിലായോ? അതായത് സിംഗിൾ. ഇപ്പൊ ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ നിങ്ങൾ പോന്നാൽ ഇതിന്റെ അണ്ടറിൽ വേറെ കോളേജ് ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു കാരണം കൂടി നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എന്ത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ കേരളത്തിൽ ആകെ 100ന്റെ താഴെയാണ് സീറ്റുകൾ ഉള്ളത്. 4000-ഓളം ആളുകൾ പഠിക്കുന്നുണ്ട്. ഈ പൂജ്യവും വെട്ടിപ്പോയാൽ എന്താണ് 40-ൽ ഒരാൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുക അഡ്മിഷൻ കിട്ടാൻ, കണക്ക് ശരിയാണെങ്കിൽ. ഓക്കെ, അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ IGNTU മധ്യപ്രദേശിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. MA ബാർ MSc സൈക്കോളജി. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നല്ല ക്യാമ്പസ് ആണ്. ഞാൻ പോയ ക്യാമ്പസ് ആണ്. ഞാൻ ഇങ്ങനെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ടൂർ പോകുമ്പോൾ ക്യാമ്പസുകൾ തന്നെ കയറി പോകുമ്പോൾ നല്ലൊരു ഇത് പച്ചപ്പുള്ള സമയത്താണ്. വരണ്ട് നിൽക്കുന്ന സമയത്ത് ഇത്ര രസമൊന്നുമില്ല. മഴ പെയ്ത സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക ഗുൽബർഗയിലാണത്, കൽബുർഗി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, MSc സൈക്കോളജി ആണ്. നിങ്ങൾക്ക് നോൺ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഒന്നും എന്ത് ചെയ്യാം പോവാം. ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. ഇതിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ 40, 55 എന്നൊക്കെ പറയണത് ഇതെന്താണെന്നറിയോ? ഡിഗ്രീന്റെ മാർക്കാ. ആരോടും പറയണ്ട. ഓക്കെ, അവിടെ നിന്നോട്ടെ. ഓക്കെ, 45-50% മാർക്ക് മതി ഈ പറയപ്പെടുന്ന ഡിഗ്രി എക്സാമിന് നമുക്ക് എന്ത് ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ കയറാൻ. രഹസ്യമായിട്ട് അവിടെ നിന്നോട്ടെ കേട്ടോ. ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേനി, ഞാനിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നൊക്കെ വിചാരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ അറിഞ്ഞത് നിങ്ങളുടെ നല്ലതിനാണ്, നന്മയ്ക്കാണെന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ഇത് അറിയാണ്ട് തന്നെ ഇതാണ്. അപ്പൊ പിന്നെ ഇത് കൂടി അറിഞ്ഞിരുന്നെങ്കിൽ എന്താവേനി. ഓക്കെ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ, പിന്നെ അവിടെ MSc അപ്ലൈഡ് സൈക്കോളജിയും MSc ക്ലിനിക്കൽ സൈക്കോളജിയും ഉണ്ട് കേട്ടോ. ഓക്കെ, ടിസ് CUTയുടെ അണ്ടറിലാണ്. ടിസ് CUTയുടെ അണ്ടറിലാണ്. തമിഴ്നാട് വരാമിട. ജാമിയ മില്ലിയ സെപ്പറേറ്റ് എക്സാം ആണ്. സെപ്പറേറ്റ് എക്സാമുകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, ഡൽഹിയിൽ നിന്നൊരു 3 മണിക്കൂർ പോയാൽ എന്താണ് മഹേന്ദ്രഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ളതാണ്. MA സൈക്കോളജി ആണ് ഇവിടുത്തെ കോഴ്സ് വരുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, ഇതൊക്കെ എന്താണ് നല്ല CUTയുടെ അണ്ടറിൽ വരുന്ന എക്സാമുകളാണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അവിടെ MA സൈക്കോളജി ആണുള്ളത്. ഓക്കെ, ഈ ശതമാനങ്ങൾ മറക്കിട്ടോ. കാരണം ഇത് ഞാൻ ആലോചിച്ചാൽ ചിലപ്പോൾ ചങ്ക് കുത്തും. അയ്യോ എന്തിനാ ഞാൻ ഇങ്ങനെ തലകുത്തിയിരുന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് അത് വിട്ടാള്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാന്, അവിടെ പറഞ്ഞു MA or MSc സ്പോർട്സ് സൈക്കോളജി ആണുള്ളത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, എന്തോരം യൂണിവേഴ്സിറ്റികളല്ലേ കിടക്കണത്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇതാണ് ഗയ. നമ്മളെ ബുദ്ധന് ബോധോദയം വന്നത് കേട്ടിട്ടില്ലേ? ഈ ബുദ്ധന് ബോധോദയം വന്ന ഗയ, ബോധ് ഗയ, അതിന്റെ അവിടെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി കേട്ടോ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ. ഓക്കെ, MA ബാർ MSc സൈക്കോളജി. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, ആരോ ഒന്ന് ചോദിച്ചു, തിരുവാലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടയ്ക്ക് നിങ്ങൾക്കൊരു എന്താണ് വൈൽഡ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ അവിടെ മാനും പുള്ളിമാനൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണത്. ഓക്കെ, MSc അപ്ലൈഡ് സൈക്കോളജി ആണ് അവിടുത്തത്. ഓക്കെ, എലിജിബിലിറ്റി നോക്കൂ, എനി ഡിഗ്രി. ഇപ്പൊ നേരത്തെ ആരോ കൊമേഴ്സുകാർക്ക് പറ്റുമെന്ന് ചോദിച്ചിരുന്നു, എല്ലാവർക്കും പോവാട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള RGNAVD ചെന്നൈ കേട്ടോ. നിങ്ങൾക്ക് നോർത്തിലേക്കൊന്നും പോകാൻ വിടാത്ത ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക, RGNAVD, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെയാണ്. ഇതുള്ളത് ശ്രീ പെരുമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയോ? അവിടെ വെച്ചിട്ടാണ് രാജീവ് ഗാന്ധി മരണപ്പെട്ടത്. ഇതും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ RGNAVD എന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യൂത്ത് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അവിടെ MSc അപ്ലൈഡ് സൈക്കോളജി ആണ് കോഴ്സ് ഉള്ളത്. ഓക്കെ, ശതമാനം ഇടക്കിടക്ക് ഒന്ന് ഞെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടോളി. അയ്യോ ശവത്ത് കുത്തല്ലേ അല്ലെ. പിന്നെ നമുക്ക് കുറച്ച് എന്താണ് ദൂരെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ത്രിപുര യൂണിവേഴ്സിറ്റി. ഓക്കെ, ത്രിപുരയിൽ എനിക്ക് അറിയുന്ന ഒരേ ഒരു മലയാളി എന്റെ കൂടെ ജാമ്യയിൽ പഠിച്ചിട്ടുള്ള സജ്ജാദ് ആണ്. സജ്ജാദ് അവിടുത്തെ കളക്ടറാണ്, IAS അവിടെയാണ്, ത്രിപുരയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ത്രിപുര യൂണിവേഴ്സിറ്റി MA സൈക്കോളജി ആണ്. പിന്നെ നിങ്ങൾക്ക് വളരെ ഒരു വൈൽഡ് അല്ല,
ഹിമാലയൻ വൈബിലൊക്കെ പഠിക്കാൻ, ഫുൾ ഒരു എന്താണ് മലകളുടെ നടുവിൽ അങ്ങനത്തെ ഒക്കെ ഒരു സ്ഥലത്ത് പഠിക്കണം, ട്രക്കിംഗ് വൈബൊക്കെ ഉള്ള ആളുകൾ, ട്രാവലിംഗ് വൈബൊക്കെ ഉള്ള ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡിലുള്ള ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവാൾ യൂണിവേഴ്സിറ്റി. സെപ്പറേറ്റ് ആണ് അവിടെ. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ എന്തായിരുന്നു, CUT-യുടെ കീഴിലായിരുന്നു. മണിപ്പൂർ യൂണിവേഴ്സിറ്റി നമുക്കറിയാം, കുറെ പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥലമാണ്. MA ബാർ MSc സൈക്കോളജി. സിക്കിം യൂണിവേഴ്സിറ്റി, ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും നിങ്ങൾ എന്തോ എവിടെയോ ആണെന്ന്. ഇത് റോഡ് സൈഡിലാണ് കേട്ടോ, കാരണം ഞാൻ ആ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടാണ് ഞാനത് പറയണത്. ഗാങ്ടോക്ക്, ഇന്ത്യയിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ, ഗാങ്ടോക്ക് കിഡിലൻ സ്ഥലമാണ്. സിക്കിമിന്റെ തലസ്ഥാനം. നമ്മളെ ചൈന ബോർഡറിലേക്കൊക്കെ പോകുന്ന നാദുല പാസ് ഒക്കെ ഉള്ള സ്ഥലം കിഡിലനാണ്. അവിടെ നിങ്ങൾ എന്തായാലും പോകണം. ഓക്കെ, സിക്കിം യൂണിവേഴ്സിറ്റി. അവിടെയും എന്താണ്, ഇതൊക്കെ CUT-യുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ. MA ബാർ MSc സൈക്കോളജി ആണ്. പിന്നെ നമ്മളെ സാഗർ, മധ്യപ്രദേശിലെ സാഗറിലുള്ള ഹരിസിംഗ് കൗർ യൂണിവേഴ്സിറ്റി, ഒരുപാട് മലയാളികൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ അവിടെ. MA ബാർ MSc സൈക്കോളജി ആണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഫീസ് കൂടുതലുള്ള, ഞാൻ അപ്പം തന്നെ പറയാണ്, ഫീസ് കുറച്ച് കൂടുതലാണ്. എത്രയാന്ന് ചോദിച്ചാൽ 75,000-ന്റെ അടുത്തൊക്കെ ഫീസ് വരുന്നുണ്ട്. എന്നാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, എന്നാൽ MSc ആണ്. ഓക്കെ, എന്നാൽ എന്താണ്, ഇത്രയും സ്പെഷ്യലൈസേഷനിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് NFSU ആണ്. മനസ്സിലായോ? സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്, MSc ആണ്, അവിടെ ക്ലിനിക്കൽ സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി ഉള്ള ഒരു സ്ഥലമാണ് എന്ത്, നമ്മളുടെ ഈ പറയപ്പെടുന്ന NFSU. പിന്നെ നിങ്ങൾക്ക് CUT-യുടെ അണ്ടറിൽ വരുന്ന ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ്. പക്ഷേ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ CUT-യിൽ 1ാം റാങ്ക് മുതൽ ടോപ്പ് റാങ്ക് കിട്ടുന്ന ആളുകളെല്ലാം ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി, ഡൽഹിയിൽ. ഡൽഹിയിൽ എവിടെയാന്ന് വെച്ചാൽ, ഇനി നിങ്ങൾ ഡൽഹിയിലേക്ക് ടൂർ വരുമ്പോൾ മറ്റേ റെഡ് ഫോർട്ട് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി മുമ്പോട്ടേക്ക് ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റേ ഇന്ത്യ ഗേറ്റ്, സോറി എന്താണ്, ലാൽക്കില കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുമ്പോട്ട് അംബേദ്കർ യൂണിവേഴ്സിറ്റി. ഇവിടെ MA സൈക്കോ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടാണ് പേപ്പർ. ഫ്രോയിഡിയൻ സാധനവും സൈക്കോ അനാലിസിസും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഫീസ് ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു MSc ക്ലിനിക്കൽ സൈക്കോളജി പഠിക്കാൻ, ബെസ്റ്റ് എക്സ്പോഷറോട് കൂടി പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് മണിപ്പാൽ അക്കാഡമി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്താണ്, നല്ല ഫീസ് ഉണ്ട്, കുറേ ലക്ഷങ്ങൾ ചെലവാകും കേട്ടോ. ഓക്കെ, അതാണ് മണിപ്പാൽ അക്കാഡമി. മണിപ്പാലിലും ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മാംഗ്ലൂർ ക്യാമ്പസിലും നമുക്ക് ഇവിടെ പഠിക്കാം. ഓക്കെ, പെപ്പിയൻസ് ഇവിടെ ഉള്ളവർക്ക് ഓർമ്മ ഉണ്ടാവും അല്ലെ? മാജിദ നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് മീറ്റ് ദ സ്കോളർ സെഷനിൽ മണിപ്പാലിന്റെ എക്സ്പോഷറും ഫീസും ഒക്കെ സാധനങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ലാസ്റ്റ് നടന്ന മീറ്റ് ദ സ്കോളർ സെഷൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. മീറ്റ് ദ സ്കോളർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യുന്ന നമ്മുടെ പെപ്പിലുള്ള ഒരു ഫീച്ചറാണ് മീറ്റ് ദ സ്കോളർ. കഴിഞ്ഞത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇവിടെ എന്താണ്, 6 മേജർ കോഴ്സ് ഉണ്ട്. MSc ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ന്യൂറോ സൈക്കോളജി, സൈക്കോ ഓങ്കോളജി, HRDM, എഡ്യൂക്കേഷണൽ സൈക്കോളജി. ഇത്രയും കോഴ്സുകൾ നമുക്ക് ക്രൈസ്റ്റിലുണ്ട്. ഓക്കെ, അമിറ്റി യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് പരിചയിക്കേണ്ട, നിങ്ങൾ എൻട്രൻസ് എഴുതേണ്ട ചില മേജർ യൂണിവേഴ്സിറ്റീസ് കേരളത്തിന്റെ പുറത്തുള്ളത്, മദ്രാസ് യൂണിവേഴ്സിറ്റി, ഭാരതിയാർ യൂണിവേഴ്സിറ്റി, നമ്മുടെ കോയമ്പത്തൂർ അടുത്ത് തന്നെ, ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, മൈസൂർ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ 3ാമത്തെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2ാമത്തെ ഡിപ്പാർട്ട്മെന്റ്, 2ആണോ 3ആണോ എന്നൊരു സംശയമുണ്ട്. പിന്നെ 2 മദ്രാസ് ആണെന്ന് തോന്നുന്നു അല്ലെ. പിന്നെ സേലത്തുള്ള പെരിയാർ യൂണിവേഴ്സിറ്റി, പിന്നെ നമ്മളെ ആദ്യത്തെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റി, ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഹൈദരാബാദിലുള്ളത്. ഇങ്ങനെ കുറെ എന്താണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിന്റെ പുറത്തുണ്ട്. MS യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് തന്നെ മറ്റൊരു പഞ്ചാബിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളാം. അവിടെയും MA സൈക്കോളജി ഉണ്ട്, MA ക്ലിനിക്കൽ സൈക്കോളജി ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ വരുന്നത്. ഇനി കേരളത്തിലേക്ക് വരും ആശയങ്ങൾ എന്തിനങ്ങനെ പറക്കണേ, പുറത്തുള്ളിക്ക് വരിയെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് പഠിക്കാൻ 5 മേജർ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളാണ് കേരളത്തിലുള്ളത്. ഇവിടെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും കൂടി ഉണ്ട്, ചിന്മയ വിശ്വവിദ്യാപീഠം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. കേരളത്തിലുള്ള ഒരേ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും സൈക്കോളജി ഉണ്ട്, നല്ല ഫീസ് ഉണ്ട്. ഓക്കെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള MG, കാലടി, കണ്ണൂർ. ഓക്കെ, ഇതാണ് കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റി
ക്യാമ്പസുകൾ. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഏകദേശം ഒരു 10-30ഓളം യൂണിവേഴ്സിറ്റികൾ ഒന്ന് ഒരൊറ്റ ഓട്ടത്തിൽ എന്താണ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഓഹോ ഞാൻ കേട്ടിട്ടില്ലാത്ത കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, ഇത് കുറെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചതിനേക്കാൾ ചിലപ്പം കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് അറിയാം മക്കളെ, നേരത്തെ ഞാൻ പറഞ്ഞ 100/4000 കണക്ക് തന്നെയാണ് കേട്ടോ. കാരണം എന്താണ്, 4000 കുട്ടികൾ പ്ലസ് അത് മുകളിലോട്ടേ പോവുള്ളൂ, 100 സീറ്റ് മാത്രമാണ് ഇവിടങ്ങളിലുള്ളത്. അപ്പൊ നമ്മൾ എന്താണ് പുറത്തുള്ളത് ഒരു മേജർ ഫാക്ടർ. പിന്നെ നമ്മൾക്ക് എന്താണ് പുറത്തു പോയി പഠിക്കാനും നമ്മളെ കുറച്ചും കൂടി എക്സ്പോഷർ കണ്ടെത്താനും നമ്മളൊന്നും കൂടി മോൾഡ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ എന്താണ് കേരളത്തിന്റെ പുറത്തും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ പോവാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് 8:50 നമ്മളെ സെഷനിൽ ഇപ്പൊ നമ്മൾ മേജർ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഡിഫറെന്റ് കോഴ്സസ്, അതിൽ MA ബാർ MSc പറഞ്ഞു, ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു 5 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം കുറെ പേര് ഇങ്ങനെ ലെഫ്റ്റ് ചെയ്ത് പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, ഇപ്പം ദിനയൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരാണ് ഏതൊക്കെയാണ് മേജർ എക്സാംസ് എന്നുള്ളത്. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഒഴിവാക്കി നിർത്തിയാലോ? ബാക്കി നമുക്ക് എക്സാം പാറ്റേൺസും സിലബസുകളൊക്കെ നാളെ പരിചയപ്പെടാം, അല്ലെങ്കിൽ അതും നാളെ പറയണോ? വാട്ട് യു തിങ്ക്? ഐ ആം ഓക്കെ വിത്ത് ബോത്ത്. കാരണം നിങ്ങളെ ഡാറ്റ നെറ്റ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് മതി, അതും കൂടി പറയാം കേട്ടോ. അതായത് ഏതൊക്കെയാണ് ഇനി നിങ്ങൾ എഴുതേണ്ട എക്സാംസ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യാം ഇന്ന് പറയാം. ബാക്കി സെഷൻ പാർട്ട് 2 ആണ് കേട്ടോ, വെറുതെ പറയാണ്. ഓക്കെ, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും നാളെ പറയും. അതുകൊണ്ടാണ് 2 ദിവസത്തെ സെഷൻ വെച്ചത്, മനസ്സിലായില്ലേ? മേജർ എക്സാംസ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെഷൻ ഇന്നത്തെ നിർത്താം. അപ്പൊ നിങ്ങൾ ഇതും കൂടി കേട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഒന്നാമത്തത് CUET PG എന്ന് പറയുന്ന എക്സാമിനേഷൻ ആണ്. ഈ എക്സാമിനേഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരൊറ്റ ഡോറാണ്, മനസ്സിലായോ? ഈ ഒരു ഡോർ, ഇതാണ് ഇതിന്റെ എൻട്രി. ഈ ഡോറിന്റെ അന്നങ്ങാ നമുക്ക് കാലൊടിഞ്ഞു, പനി വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, കുടുംബക്കാരെങ്കിലും എന്താണ് മരിച്ചുപോയി, ഇങ്ങനെയൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായിട്ട് എന്ത് ചെയ്തു സൈഡായി, ഇങ്ങനെയൊക്കെ വന്നാൽ ഈ ഒരു ഒറ്റ വാതിൽ നമ്മളെ മുമ്പിൽ അടയും. ഏകദേശം 22ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള ഡോറ് എന്താവും, ക്ലോസ് ആവും. ഇങ്ങനെ പ്രാകണ കാര്യങ്ങളൊന്നും പറയില്ലേ, നല്ല കാര്യം എന്തേലും പറയും. ഓക്കെ, നല്ല കാര്യം പറയാം. വീണ്ടും ഒരു ഡോർ വരച്ചു. ഈ ഒരു ഒറ്റ എക്സാമിനേഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നല്ല രീതിയിൽ കിടിലനായിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഏകദേശം ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള 22ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നിങ്ങൾക്ക് ഇതിലൂടെ അഡ്മിഷൻ ഉണ്ട്, ഇൻക്ലൂഡിങ് നേരത്തെ നമ്മൾ പറഞ്ഞ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ടിസ്സിലേക്കൊക്കെ. നിങ്ങൾ ഗ്രൂപ്പിൽ കയറിയ ആളുകൾക്ക് മുൻപൊക്കെ അതിൽ ലിസ്റ്റ് ഇടാറുണ്ട്, ഇതിലുള്ള CUT-യുടെ അണ്ടറിലുള്ള MSc ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഒക്കെ, നോൺ സൈക്കോളജിക്കാർക്ക് എവിടെയൊക്കെ എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിലനിൽക്കുക എന്നുള്ളതാണ് മിനിമം ചെയ്യേണ്ടത്. അതിൽ എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ, ഫീസ്, കോഴ്സ്, എലിജിബിലിറ്റി ഒക്കെ ഇടാറുണ്ട്. ഓക്കെ, അപ്പം ഒരു എക്സാമിനേഷൻ CUET PG ആണ്. ഈ ഒരു ഒറ്റ എക്സാമിലൂടെ നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് ഇതാണ് എലിജിബിലിറ്റി, മനസ്സിലായോ? ഓക്കെ, CUT എക്സാമിനേഷൻ കേരളത്തിൽ ഏകദേശം എല്ലാ സ്ഥലത്തും സെന്റർ ഉണ്ടാവും. റിൻഷ, ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഡൽഹി യൂണിവേഴ്സിറ്റിന്റെ എക്സാം എഴുതാൻ ഡൽഹി പോവണ്ട, ടിസിന്റെ എക്സാം എഴുതാൻ മുംബൈ പോവണ്ട, പിന്നെന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പഞ്ചാബ് എഴുതാൻ നിങ്ങൾ അങ്ങ് പത്തിൻഡ പഞ്ചാബ് പോകണ്ട, ഹരിയാന എഴുതാൻ മഹേന്ദ്രഗഡ് പോകണ്ട, ഒക്കെ നിങ്ങൾക്ക് കോഴിക്കോടാണ് കോഴിക്കോട്, മലപ്പുറത്താണ് മലപ്പുറം, തൃശ്ശൂരാണ് തൃശ്ശൂർ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾ വെറുതെ പോയിട്ട് എഴുതിയാൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടും തൃശ്ശൂരിൽ തന്നെ ഉണ്ടാവും, മഞ്ചേരി അങ്ങാടിയിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ബത്തിൻഡയിലോ ഡൽഹിയിലോ എന്താണ് ടിസ്സിലോ ഒക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ആ എക്സാമിനെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് എഴുതൽ നിർബന്ധമാണ്. കാരണം ഏകദേശം എന്താണ് 10,000-നോടടുത്ത ആളുകൾ ഈ എക്സാം എഴുതാറുണ്ട് കേട്ടോ, സൈക്കോളജി. പിന്നെ നിങ്ങൾ എഴുതേണ്ട മേജർ എക്സാംസ് CUT-യുടെ അല്ലാതെ, ഇത് കഴിഞ്ഞ വർഷം വരെ ഉള്ളതാണ്, ഈ വർഷം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ ചിലപ്പോൾ ഇവരും CUT-ലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഇതാണ് കഴിഞ്ഞ ഒരു 3-4 വർഷത്തത്. ഈ വർഷത്തതും ഇങ്ങനെ ആവാം. ഒന്നാമത്തത് ജാമിയ മില്ലിയ ഇസ്ലാമിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ എന്താണ്, സെപ്പറേറ്റ് ആണ്. ഓക്കെ,
സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ് എൻട്രൻസ്. ഇതിന്റെ എക്സാം സെന്റർ കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഉണ്ടാവാറ്. ഓക്കെ, എക്സാം ഏകദേശം മെയ് ലാസ്റ്റ് ജൂണിലാണ് ഉണ്ടാവുക. രണ്ടാമത്തത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ ആണ്. ഇതിന്റെ എക്സാം സെന്റർ നമ്മളെ സൈക്കോളജി നമ്മളെ നാട്ടിലില്ല. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു UP അലിഗഡിലേക്കുള്ള ഒരു ട്രിപ്പ് വരണം മക്കളെ, ട്രിപ്പ് വരണം. നല്ല വൈബായിരിക്കും. 45-50 ഡിഗ്രി ചൂടില് നല്ല ഫുൾ വൈബായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരാം. താജ്മഹലിലേക്കൊക്കെ വരുമ്പോ നിങ്ങള് എന്താണ് ചോപ്പ് ചുരിദാറും സെറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും, മറ്റേ ഡാൻസ് പാട്ടൊക്കെ ഇടാൻ. പക്ഷെ ഇങ്ങനെ കാലുമല് മാർബിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ തകിട കളിച്ചിട്ട് വീഡിയോ എടുക്കേണ്ടി വരും. മൂന്നാമത്തത് NFSUവിന്റെ എക്സാമിനേഷൻ ആണ്. NFSUവിന്റെ എക്സാമിനേഷൻ സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ്. NFAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിനേഷൻ ആണ്. അത് എന്താണ് ക്ലിയർ ചെയ്താലാണ് NFSUവിലേക്കുള്ള കോഴ്സുകൾക്ക് നമുക്ക് പോവാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അടുത്തത് മണിപ്പാൽ നോക്കുന്ന ആളുകൾക്ക് മണിപ്പാൽ സെപ്പറേറ്റ് എക്സാം ആണ്. ക്രൈസ്റ്റ് സെപ്പറേറ്റ് ആണ്. ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും നേരത്തെ ഞാൻ കാണിച്ച ഈ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിനും എന്താണ് സെപ്പറേറ്റ് എക്സാം ആണ്. അപ്പൊ ഇവിടെ തന്നെ നോക്കൂ, ഒരു 5, ഇവിടെ ഇതോ 5 ഞാൻ മേജർ മാത്രം ഇട്ടതാണ്. ഇത് ഏകദേശം ഒരു 10ഓളം ഉണ്ട്. അപ്പൊ ഒരു 10, 15, പിന്നെന്താണ് 16, 17, 18, 19, 20, 21. എന്റെ ശിവനെ, ഒരുപാട് ചുരിദാറുകൾക്കുള്ള പൈസ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്രയും എന്താണ് യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മള് നിർബന്ധമായിട്ട് നിങ്ങളെ ലൈഫിൽ ഒരു 10 എക്സാം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, എഴുതും. കാരണം എന്താണ്, നമുക്ക് എവിടെയാ കിട്ടുക നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾ ഒറ്റ എക്സാം എഴുതിയാൽ മതി. പക്ഷെ നമ്മളെ പോലെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു 10,000 ആൾക്കാരുള്ളത് കൊണ്ട് എന്താണ്, നമ്മൾ കൂടുതൽ എക്സാമുകൾ എഴുതേണ്ടി വരും. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്തിലേക്ക് വരുന്നത്, നമ്മളുടെ യൂണിവേഴ്സിറ്റികളും ഡിഫറെന്റ് എക്സാം വരുന്നത്. ഇവിടെ ഞാനൊരു കാര്യം ഇങ്ങനെ വിട്ടത്, കോഗ്ജെറ്റ്. നേരത്തെ ആരോ ഒന്ന് മുകളിൽ ചോദിച്ചിരുന്നു, കൊഗ്നിറ്റീവ് സയൻസ് താല്പര്യമുള്ളവര്, കൊഗ്നിറ്റീവ് സയൻസ് താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. IIT ഡൽഹി, IIT ഗാന്ധിനഗർ, അലഹബാദ് യൂണിവേഴ്സിറ്റി. എന്താല്ലേ രസം കേൾക്കാൻ. ഓഹ്, പണ്ട് ഞാനൊക്കെ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിരുന്നില്ല. നിങ്ങളൊക്കെ ഓൾ ഇന്ത്യ എക്സാം എഞ്ചിനീയറിംഗ് ഒക്കെ എഴുതിയവരൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇങ്ങനെ സ്കോറൊക്കെ കിട്ടിയിട്ട് വല്ല IIT JEE ഒക്കെ എഴുതിയിട്ട് ഫോൺ നമ്പർ പോലെ. എന്റെ ഫാദർ എന്നോട് ചോദിച്ചാണ്, എടാ IITന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പിന്നെ എന്താണ് റാങ്ക് ആണോ ഫോൺ നമ്പർ ആണോ എന്ന് അറിയില്ല. കാരണം 9,47,000 അന്നത്തെ ഒരു 2009 കാര്യമാണ് പറഞ്ഞത്. അന്ന് ഐഡിയോ അങ്ങനെ അതിലെ നമ്പർ ആയിരുന്നു. അപ്പൊ അതേപോലെ അന്ന് ഇതൊക്കെ ആഗ്രഹിച്ച് IITയിലൊന്നും പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഇപ്പം പ്രതികാരം വിട്ട സ്വീറ്റ് റിവെഞ്ച്. നിങ്ങൾക്ക് എത്ര പ്രതികാരത്തിന്റെ അവസരം തരുന്നത്, നിങ്ങളൊരു പ്രതികാരദാഹികളായി മാറ്റുന്നുണ്ടോ? ഐ ആം സോറി. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരു ക്രൂരന്മാരാവരുത്. നിങ്ങൾ എംപതറ്റിക്, മാനവികതയുള്ള ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിസ്റ്റുമാരാവണം. അങ്ങനെയുള്ള ആളുകൾക്ക് IITയിലൊക്കെ പോയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് കൊഗ്നിറ്റീവ് സയൻസ്. അത് പ്യുവർ സൈക്കോളജി അല്ല മക്കളെ. അതില് എന്താണ് ആന്ത്രപ്പോളജി ഉണ്ട്, കമ്പ്യൂട്ടേഷൻ ഉണ്ട്, കൊഗ്നിഷൻ ഉണ്ട്, ഇങ്ങനെ പലതിന്റെയും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൊഗ്നിറ്റീവ് സയൻസ്. അതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാമിനേഷൻ ആണ് കോഗ്ജെറ്റ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ് കോഗ്ജെറ്റ്. പക്ഷെ ഇവരൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമും നടത്താറുണ്ട്. അപ്പൊ അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പൊ IIT ഗാന്ധിനഗറിലേക്കുള്ള കോഴ്സ് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, BHU നമ്മളെ CUETയുടെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. CUETയുടെ അണ്ടറിൽ വരുന്ന മൊത്തം യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഒക്കെ ഞാൻ നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടുട്ടടാ. അപ്പം CUETന്റെ അണ്ടറിൽ വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഒന്നും കൂടി ജസ്റ്റ് നിങ്ങൾ ഒരു ഓർമ്മയിൽ വെച്ചോ. CUETന്റെ അണ്ടറിൽ വരുന്ന മേജർ യൂണിവേഴ്സിറ്റീസ് TIS ഉണ്ട്, ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, CUP സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഉണ്ട്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഉണ്ട്, പിന്നെ നമുക്ക് IGNTU ഉണ്ട്, അതുപോലെ തന്നെ RGNIYD ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഇഷ്ടം പോലെ ഉണ്ട്. ലൈക്ക് മനസ്സിലായോ, ഒരു 10-20ഓളം മേജർ യൂണിവേഴ്സിറ്റികൾ തന്നെ അതിലുണ്ട്. ഓക്കെ, എക്സ്റ്റിങ്ഷണൽ സൈക്കോളജി ഏതാടാ, എക്സ്റ്റിങ്ക്റ്റിയാനൽ സൈക്കോളജി എന്താണോ മനസ്സിലായില്ലടാ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തിലുള്ളത് നമ്മളെ മേജർ എക്സാംസ്. അപ്പൊ ഒരു ധാരണയും കൂടി കിട്ടിയോ? ഓക്കെ, കോഴ്സസ്, യൂണിവേഴ്സിറ്റീസ്, നമ്മൾ എഴുതേണ്ട ഡിഫറെന്റ് എക്സാംസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചത്. 1.5 മണിക്കൂറായി. അപ്പൊ നിങ്ങൾ നാളെ കാണുമോ?
കിട്ടേണ്ടതെല്ലാം കിട്ടി എനിക്ക്. ഓക്കെ, അപ്പൊ നാളത്തെയാണ് എന്ത് സീക്വൻസ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ എൻട്രൻസ് എക്സാം എഴുതേണ്ടത്, അതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സിലബസ്. ഇത് അറിയാണ്ട് നമ്മൾ പോയിട്ട് ഒരു കാര്യമില്ല മക്കളെ. അപ്പൊ ഏതായാലും നാളത്തെ സെഷനിൽ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ, ഇവിടെ കറണ്ട് ഉണ്ടെങ്കിൽ, നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നാളെ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്, സീ യു, ബൈ ബൈ.